മനോജ് ഡോക്ടറെ, എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1399 പ്രതിദിന സൂം വെബിനാറാണ് ഇന്ന് നടക്കുന്നത്. ഈ സൂം വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമുക്കൊരു ചർച്ചയാണുള്ളത്. ഈ ചർച്ചയിൽ ആരംഭിക്കുന്നതിന് മുൻപ് നമുക്ക് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. കഴിഞ്ഞ ദിവസം നമുക്ക് പ്രോസ്റ്റേറ്റിനുണ്ടാകുന്ന രോഗങ്ങളും ഹോമിയോപ്പതി ചികിത്സയും എന്ന വിഷയത്തില് ഒന്നാം ഭാഗമായ ഒരു ചർച്ച നടക്കുകയുണ്ടായി. അതിന്റെ തുടർച്ചയായി ഈ വിഷയത്തിൽ ഇന്ന് രണ്ടാം നമ്മളുടെ അതിഥികള് ഹോമിയോപ്പതി സ്നേഹികളും വിദ്യാർത്ഥികളും ഡോക്ടർമാരുമാണ്. ഇവിടെ ഈ ഒരു ചികിത്സയിൽ, അതായത് പ്രോസ്റ്റേറ്റിനുണ്ടാകുന്ന രോഗങ്ങളിൽ ഹോമിയോപ്പതി ചികിത്സ എന്ന വിഷയത്തിൽ ഓരോരുത്തർക്കും ഉള്ള അനുഭവങ്ങൾ ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കുവെക്കണമെന്ന് എല്ലാ ഡോക്ടർമാരോടും അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ നാളത്തെ ദിവസത്തെക്കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തലും കൂടെ ചെയ്യട്ടെ. 1400-ാം ദിവസമാണ് നാളെ. ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതിയുടെ ചരിത്ര വിജയമായ 1400-ാം ദിവസമാണ് നാളെ. നാളത്തെ പരിപാടിയിൽ നമ്മോടൊപ്പം അധ്യക്ഷ പ്രസംഗത്തിന് ഡോക്ടർ ഇസ്മായിൽ സാറാണ്. ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഗൗരി പാർവതിഭായ് തമ്പുരാട്ടി അവറുകളാണ്. ആശംസകൾ ആദരണീയനായ ജസ്റ്റിസ് MR ഹരിഹരൻ നായർ സാറ്, അഡ്വക്കേറ്റ് JS അഖിൽ സാറ്, നമ്മുടെ ഡോക്ടർ ഭാഗ്യലക്ഷ്മി മാഡം, അതിനെ തുടർന്ന് കലാപരിപാടികൾ എല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. ഇതിൽ എല്ലാ ഡോക്ടേഴ്സും വിദ്യാർത്ഥികളും ഹോമിയോപ്പതി സ്നേഹികളും നാളത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കണം. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ചർച്ച ആരംഭിക്കാം. അതെ, നാളെ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഈ 1400-ാം ദിവസം. അതുപോലെ ഗൗഡിയാർ കൊട്ടാരത്തിന്റെ അംഗം പങ്കെടുക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഹോമിയോപ്പതി കൊട്ടാരങ്ങളിലും മുതൽ കുടിലുവർ മുതൽ കൊട്ടാരം വരെ ഉണ്ടെന്നുള്ള ഏറ്റവും വലിയ തെളിവ് തന്നെയാണ്. അതുപോലെ ബക്കിംഗ്ഹാം പാലസിലെ അവിടെയും നമ്മുടെ ഹോമിയോപ്പതി ഉണ്ട്. നമ്മുടെ ഡോക്ടർ ഉണ്ടല്ലോ, അതിനകത്ത് നമ്മുടെ പ്രിൻസിനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ ഉണ്ടല്ലോ, ഡോക്ടർ ഫ്രണ്ട് സഹ്യ, അല്ല ബാംഗ്ലൂരിലെ പേര് പെട്ടെന്ന് കിട്ടുന്നു. സഡൻ ലോസ് ഓഫ് മെമ്മറി, ജസ്റ്റ് ലൈക്ക് ഐസക് മത്തായി എന്ന് പറഞ്ഞാൽ. യെസ്. അപ്പൊ ഹോമിയോപ്പതി എല്ലായിടത്തും ഉണ്ട്. ഇതൊന്നും അറിയാത്തവരാണ് ഹോമിയോപ്പതി എങ്ങുമില്ല പറയുന്നത്. നമുക്ക് ചർച്ചയിലേക്ക് ഓരോരുത്തരും ക്ഷണിക്കാം ഡോക്ടറെ. ഇതിൽ ഏറ്റവും പ്രധാനം വെച്ചാൽ എത്ര ഒരു 50 ഏജ് ആകുമ്പോഴത്തേക്കാണ്, ബൈ 6th ഡെക്കേഡ് 50% ആൾക്കാർക്ക് പ്രോസ്റ്റേറ്റ് പ്രോബ്ലം ഉണ്ടാകുന്ന. ഇപ്പൊ 80 ഏജ് ഓഫ് 80 ആകുമ്പോഴത്തേക്ക് 90% ആൾക്കാരോളം പ്രോസ്റ്റേറ്റ് ഡിസീസിന് അഫക്റ്റഡ് ആവും. വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ നാട്ടിൽ വയസ്സന്മാരുടെ എണ്ണം കൂടുകയും ചെറുപ്പക്കാരുടെ എണ്ണം കുറയുകയും ചെയ്യുന്നതുകൊണ്ട് ഇത് വളരെയധികം നമുക്ക് പേഷ്യൻസിനെ കിട്ടുന്ന ഒരു വിഭാഗമാണ്. മാത്രമല്ല രോഗികളെ സംബന്ധിച്ച് വളരെ സഹായമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ചർച്ചയിൽ പങ്കെടുക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യണം. ഇപ്പൊ നമുക്ക് 36 പാർട്ടിസിപ്പൻസ് ഉണ്ട്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനർത്ഥം ഒരുപാട് പേര് കേൾക്കാൻ താല്പര്യമുണ്ടെന്നുള്ളതാണ്. നമുക്ക് രമാദേവി ഡോക്ടറെ വിളിച്ചാലോ? ഉണ്ടല്ലോ. ഉണ്ട്. ഡോക്ടർ വളരെ എക്സ്പീരിയൻസ്ഡ് ആണല്ലേ. അങ്ങനെ ഓരോരുത്തരെ വിളിക്കും ഡോക്ടറെ. രമാദേവി ഡോക്ടർ ഉണ്ടോ? അൺമ്യൂട്ട് ചെയ്യാം. അൺമ്യൂട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന മെഡിസിൻ പെറൈറ്റകാർബർണമാണ്, പിന്നെ ഫെറംപിക്രിക്കം, ഡാമിയാന, മെർക്സോൾ. കാരണം ആ ഒരു ഈവനിങ് അഗ്രവേഷൻ നിലയ്ക്ക് മെർക്സോൾ ഒരു പരിധിവരെയൊക്കെ എഫക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ദൂജ ഒരു മെഡിസിനാണ്. എന്നിരുന്നാലും വളരെ പർട്ടിക്കുലർ ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഷെയർ നല്ലതായിരിക്കും.
നമ്മുടെ അനിൽകുമാർ ഡോക്ടർ ഉണ്ട്. വിളിക്കടാ അനിൽക്കോ. നമ്മുടെ ഹ്യൂബർട്ട് ഡോക്ടർ ഉണ്ടല്ലോ. ഹ്യൂബർട്ട് ഡോക്ടറെ, കഴിഞ്ഞ ദിവസം നമുക്ക് നല്ലൊരു ഹരിഹരൻ ഡോക്ടർ തന്നിരുന്നു. അതിലെ ഡോക്ടർ നമുക്ക് പ്രൂണസ് സ്പൈനോസ, ഹറി ഇമ്പൽറ്റ് യൂറിനേറ്റ്, അതിന് മൂത്രം വന്നിട്ട് തിരിച്ചു പോകും, അങ്ങനെയുള്ള സിംറ്റത്തിനും സോളിഡാഗോ പറഞ്ഞിരുന്നു. അർട്ടിക്ക ഡയോയിക്ക, ക്രോട്ടൺ മെംബ്രേനിക്കസ്, സ്റ്റാഫിസ് അഗ്രിയ, ചിമാഫില, പെറം പിക്രിക്കം, പെട്രോസെലിനം, ഹൈഡ്രാൻജിയ, ഇങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ ഹരിഹരൻ ഡോക്ടർ പറഞ്ഞിരുന്നു. മറിയാമ്മ ഡോക്ടർ എത്രമാത്രം സ്റ്റുഡിയസ് ആണെന്ന് ആലോചിച്ച് നോക്കണം. ഒരു മുൻ DMO ആണ്, പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയത്ത് ഇത്രയും പഠിക്കുമെന്നുള്ളത് നമ്മൾ നമിക്കുന്നു ഡോക്ടറെ. അത് നമ്മുടെ ഒരു ഹോമിയോപ്പതി ലവറായ ഗണേഷ് റാം സാറുണ്ട്, കുറെ കാലമായിട്ട് സാറിന് കാണാനില്ലെന്ന് വന്നിട്ടുണ്ട്. ഡോക്ടറെ തുടങ്ങിക്കോളൂ. ഇതില് PSA കൂടുന്നതിന് കൊണിയം കൊടുത്ത് കുറയുന്നുണ്ട്, കൊണിയം വണ്ണം. ഇന്ന് നമ്മുടെ മിഡിൽ സോണിലെ മീറ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് നമ്മുടെ ആ ഏരിയയിലുള്ള ഡോക്ടർമാരെല്ലാം ആ മീറ്റിംഗിൽ നിന്ന് പങ്കെടുത്തുകൊണ്ട് ആയിരിക്കും ഇല്ലാത്തത്. വന്നിട്ടുണ്ട്. ഇവ ഡോക്ടർ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഈ ഇടയ്ക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു പാർട്ടി ഇങ്ങനെ വന്നിരുന്നു. അപ്പോൾ ഇതുവരെ അൾട്രാസൗണ്ട് ഒന്നും ചെയ്തിട്ടില്ല. വർഷങ്ങളായിട്ട് പുള്ളി ഒരു വലിയ ഉദ്യോഗസ്ഥനാണ്. പക്ഷെ പല ഡോക്ടേഴ്സും ഒക്കെ ചികിത്സിച്ചു. പക്ഷെ ഈ യൂറിന് ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നുണ്ട്, കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ കേസ് ഇങ്ങനെ വന്നു തീർന്നപ്പോൾ ഞാൻ പറഞ്ഞു അൾട്രാസൗണ്ട് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ അൾട്രാസൗണ്ട് ചെയ്തിട്ടേ ഇല്ല. ഡോക്ടർമാരൊക്കെ ചികിത്സയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായിരുന്നാലും അൾട്രാസൗണ്ട് ചെയ്ത് തീർന്നതിന് ശേഷം ചെയ്ത റിപ്പോർട്ട് വന്നിട്ട് ഞാൻ ചികിത്സിക്കുന്നുള്ളൂ, നിങ്ങൾ ഏതായിരുന്നാലും പോയി ചെക്ക് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ പോയി ചെക്ക് ചെയ്തിട്ട് വന്നപ്പോൾ ഏകദേശം 4 ഇരട്ടി വലിപ്പത്തിലായിട്ടുണ്ട്. നോക്കണേ, നമ്മൾ പലപ്പോഴും നമ്മളിപ്പോൾ വിട്ടിരുന്നെങ്കിൽ, ചുമ്മാ നമ്മൾ മരുന്ന് കൊടുത്തിരുന്നെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാവുമായിരുന്നു. അപ്പം ഞാൻ നോക്കിയിട്ട് 4 ഇരട്ടി. സാധാരണ ഒന്നാമത്തെ കാര്യം, ഈ പ്രോസ്റ്റാറ്റിക് ഗ്ലാൻഡ് ഇരിക്കുന്ന ഏരിയയും എല്ലാം കൂടെ കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ. മൊത്തം ആ പെൽവിക് ക്യാവിറ്റിക്കകത്ത് ഇത്തിരി സ്ഥലമല്ലേ ഉള്ളൂ. ആ സ്ഥലത്തിനകത്താണ് ഇതെല്ലാം വരുന്ന, യൂറിനായിരുന്നാലും മോഷനായിരുന്നാലും എല്ലാം വരുന്ന സ്ഥലമാണ്. അപ്പോൾ അതെല്ലാം അവിടെ കിടന്നു കിടന്നാൽ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഇത് അറിഞ്ഞു തരുന്നപ്പോൾ പുള്ളിക്ക് കേട്ടപ്പോൾ തന്നെ പുള്ളി ശരിക്കും അങ്ങ് വല്ലാതായി. ഞാൻ പറഞ്ഞു, കണ്ട ഇത്രയും 4 ഇരട്ടി ആയിട്ടുണ്ട്. അത് തള്ളി ഏകദേശം ഈ യൂറിന് പോകാൻ പറ്റാത്ത, യൂറിനിൽ ബ്ലോക്കേജ് ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ പൊതുവേ ഞാൻ നോക്കിയിട്ട് നമ്മൾ ഇത് റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ മുമ്പ് പല കേസുകളിലും ഞാൻ ചെയ്തിട്ടുണ്ട്. അത് പല മെഡിസിൻസാണ് നമ്മൾ കൊടുക്കുന്നത്. ഞാൻ പൊതുവെ ട്രീറ്റ് ചെയ്യുന്നത് കൽക്കറിയ ഫ്ലോറൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. കൽക്കറിയ ഫ്ലോറ്, പിന്നെ കൽക്കറിയ കാർബൊക്കെ എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മൾ എപ്പിസ്മെല്ല്, പിന്നെ നമ്മൾ സബാൾസറിലേറ്റ് എനിക്ക് പക്ഷെ അത്ര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല. കാരണം അതിനൊരു മെഡിസിനായിട്ട് ഇങ്ങനെ പറയുന്ന സബാൾസറിലേറ്റ് ആണ്. ബാക്കിയുള്ളവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയത്തില്ല. പൊതുവേ ഞാൻ നോക്കിയിട്ട് എല്ലാവരും സബാൾസറിലേറ്റ് കൊടുക്കുന്നുണ്ട്. സബാൾസറിലേറ്റ് കൊടുത്തു തീർന്നതിന് ശേഷം ഞാൻ നോക്കിയിട്ട് കുറവില്ലാത്തടത്ത് നമ്മൾ ഈ എപ്പിസ്മെല്ലും സൽസിപ്പരലൊക്കെ ഉപയോഗിച്ച് തീർന്നപ്പോൾ സൽസിപ്പരല, പിന്നെ ഈ കൽക്കറിയ കാർബൊക്കെ ഹയർ പൊട്ടൻസി, അതായത് ഞാൻ CM പൊട്ടൻസിയൊക്കെ ഇതായിട്ട് ഉപയോഗിക്കും. ദിവസം 2-3 നേരമൊക്കെ CM പൊട്ടൻസി, പക്ഷേ മെഡിക്കേറ്റഡ് ഗ്ലോബ്യൂൾസ് കൊടുക്കാറുണ്ട്. അതിലൊക്കെ നല്ല പെട്ടെന്ന് തന്നെ റിലീഫ് കിട്ടിയിട്ടുണ്ട്. പലർക്കും നല്ല എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടെ. കേക്കാമോ? കേൾക്കാം. അതെ, എനിക്ക് ഇവിടെ തൊട്ടപ്പുറത്ത് ഇതിന്റെ കൈ മുറിഞ്ഞിട്ട് കൊണ്ടുവന്നു. അപ്പൊ അത് ഞാൻ ഡ്രസ് ചെയ്ത് കൊടുക്കുമായിരുന്നു. ഞാൻ കേൾക്കണ്ടായിരുന്നു നിങ്ങൾ മനോജും മറിയാമ്മ ഡോക്ടറും പറയുന്നത് കേൾക്കണ്ടായിരുന്നു. പക്ഷെ എനിക്കത് കൈ എഴുതിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാൻ സാധാരണ ഈ പ്രോസ്റ്റാറ്റിക് ഗ്ലാൻഡ് എൻലാർജ്മെന്റ് വരുമ്പോഴ് ഞാൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ എനിക്ക് നല്ല 2-3 ഗൈനക്കോളജിസ്റ്റ് ഡോക്ടേഴ്സ് ഉണ്ട്.
അവരുടെ അടുത്താണ് ഞാൻ വിടുക. റെക്ടൽ എക്സാമിനേഷൻ ചെയ്യണമല്ലോ. അപ്പൊ ഡിജിറ്റൽ എക്സാമിനേഷൻ ചെയ്യാനായിട്ട് അവരുടെ അടുത്ത് വിട്ടിട്ട് ആണ് ഞാൻ ഈ ഈ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റിന് മെഡിസിൻ കൊടുക്കാറ്. പിന്നെ ഞാൻ സാധാരണ കൊടുക്കുന്നത് എൻ്റെ സീനിയർ ഒരു ഡോക്ടർ ചന്ദ്രശേഖരൻ നായരുണ്ട്. ആ ഡോക്ടറുടെ ഒരു ബുക്ക് അനുസരിച്ച് ഞാൻ ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന് ഞാൻ ആ ഡോക്ടറുടെ ഇതാണ് ഞാൻ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോളാണ് ഞാൻ ഉപയോഗിക്കാറ്. അതിൽ ഏറ്റവും കൂടുതൽ ഡോക്ടർ പറയുന്നത് എയ്സ്കുലസ് ആണ്. എയ്സ്കുലസിന് നല്ല എനിക്കും അതിന്റെ ഇത് കൊടുത്തിട്ട് നല്ല ഇതുണ്ട്. ഇതില് ബിനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫിയുടെ കൂടെ തന്നെ ഹെമറോയിഡൽ കംപ്ലൈന്റ് കൂടി ഉണ്ടെങ്കിൽ എയ്സ്കുലസ് വളരെ ചെയ്യും, ഇഫക്റ്റീവാണ്. പിന്നെ അതുപോലെ തന്നെ ഈ എയ്സ്കുലിനുള്ള വേറൊരു ഇതെന്ന് വെച്ചാല് സ്റ്റൂള് പാസ് ചെയ്യുമ്പോൾ പ്രോസ്റ്റാറ്റിക് ഫ്ലൂയിഡും കൂടി അവർക്ക് ഇങ്ങനെ പോകുന്ന അവർ പറയും. മനസ്സിലായി? അപ്പൊ അവരുടെ വിചാരം അത് സെമനാണ് പോണേന്ന്. പക്ഷേ പ്രോസ്റ്റാറ്റിക് ഫ്ലൂയിഡാണെന്ന് പിന്നെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. പിന്നെ ഈ എയ്സ്കുലസിന്റെ ഉള്ള ആ കൺജഷനും ഒക്കെ ഉണ്ടാവും. അവർക്ക് ലോവർ അബ്ഡോമിനൽ ഒരു പെയിനും ഹെമറോയിഡൽ കംപ്ലൈന്റ് വരുമ്പോൾ നമ്മൾ എയ്സ്കുലസ് കൊടുക്കില്ല. ആ കംപ്ലൈന്റ് ഒക്കെ കൂടി വരികയാണെങ്കിൽ ഞാൻ ഇതിന് ഈ പ്രോസസ്സിംഗ് ഇൻഫർമേഷന് ഞാൻ എയ്സ്കുലസ് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ പറയുന്ന ഒരു റെയർ മെഡിസിൻ ഉണ്ട്, ബറോസ്മ കാനുലാറ്റ എന്ന് പറഞ്ഞൊരു മെഡിസിൻ. അത് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. സ്പെല്ലിംഗ് എന്ന് പറയാവോ? BAROSMA, ബറോസ്മ ക്രെനുലേറ്റ, CRENULATA. അതിന് ഈ പ്രോസ്റ്റാറ്റിക് കംപ്ലൈന്റിന്റെ കൂട്ടത്തില് അവർക്ക് ഭയങ്കര യൂറിനറി ഇൻഫെക്ഷൻ ആയിരിക്കും. ക്രോണിക് യൂറിനറി ഇൻഫെക്ഷൻ റിക്കറന്റ് ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ അത് ഇതില് നമുക്ക് മെഡിസിൻ കൊടുക്കാം. അല്ലെങ്കിൽ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഇൻഫ്ലമേഷൻ വരുമ്പോൾ അവർക്ക് യൂറിൻ പാസ് ചെയ്യാൻ കുറച്ച് പ്രയാസമാണല്ലോ. ഇതിന് സ്റ്റിച്ചർ ഓഫ് യൂറിത്ര കൂടുതലും കൂടി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഇത് ബറോസ്മ കാനുലാറ്റയാണ് ഞാൻ കൊടുക്കാറുള്ളത്. അത് എനിക്ക് 2 പ്രാവശ്യം കിട്ടിയിട്ടുള്ളൂ. പിന്നെ എനിക്കത് കിട്ടിയിട്ടില്ല. 2 പ്രാവശ്യം 100 ml വരെ കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇപ്പം 3-4 പ്രാവശ്യമായിട്ട് കൊടുത്തിട്ടും അത് കിട്ടിയിട്ടില്ല. സെയിന്റ് ജോർജിന്റെ ആയിരുന്നു എനിക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നത്. ടീച്ചർ പിന്നെ കോസ്റ്റിക്കം, പിന്നെ കിമോഫീലിയ, കോപ്പയോ ഒക്കെ നമുക്കത് അതിന്റെ അനുസരിച്ച്. പിന്നെ കൊണിയം വളരെ നല്ല ഒരു ഇതാണ്. പിന്നെ കൊണിയം ഞാൻ 200 കൊടുക്കാറ് വരുന്നത്. പ്രത്യേകിച്ചും അവര് ഇതില് വിഡോവർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കൊണിയം കൊടുത്തിട്ടുണ്ടാവും. പിന്നെ പിന്നെ അതുപോലെ തന്നെ അവർക്ക് BHP ഉണ്ടാവും. കൂട്ടത്തിൽ തന്നെ അവർക്ക് ഇമ്പോർട്ടൻസി ഉണ്ടാവും. ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ അവർക്ക് ഞാൻ രാമിയാന കൊടുക്കും. രാമിയാന വളരെ വളരെ ഇഫക്റ്റീവായിട്ട് എനിക്ക് ഇതിൽ തോന്നിയിട്ടുണ്ട്. പിന്നെ രാമിയാന പറയുമ്പോൾ ഫാബിയാന അതുപോലെ തന്നെയാണ്. ഈ ഇതില് നമ്മൾ യൂറിനറി കാൽക്കുലേക്ക് നമ്മൾ ഫാബിയാന കൊടുക്കുമല്ലോ, അതുപോലെ ഈ ഇതിന്റെ പ്രോസ്റ്റാറ്റിക് ഇൻഫ്ലമേഷന് ഫാബിയാന ടീച്ചറും ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ഫാബിയാന കൊടുക്കുന്ന ഇനി ഒരു പ്രത്യേക സുന്ദരം ഞാൻ പറയുന്നത് അവര് പറയാന്ന് വെച്ചാല്, യൂറിൻ പാസ് ചെയ്താലും പിന്നെയും യൂറിൻ അവിടെ ഇരിക്കണുണ്ടെന്ന് ഡോക്ടറെ എന്ന് പറയും. പിന്നെയും പോയിട്ടുണ്ടാവില്ല, പിന്നെ യൂറിൻ അവിടെ ഇരിക്കണ പോലെ തോന്നുന്നു എന്ന് പറയും. അപ്പൊ ഞാൻ ചോദിക്കാം അത് എങ്ങനെ നിങ്ങൾ പിന്നെ പാസ് ചെയ്യാൻ? ഇപ്പൊ ഒന്ന് പ്രസ് ചെയ്തിട്ട് പിന്നെ അപ്പോഴേ പോവുള്ളൂ. എന്നാലും പ്രസ് ചെയ്തിട്ട് കുറച്ചുകൂടെ യൂറിൻ പോയാലും അവർക്ക് ഇത് എന്താണ് ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഫാബിയാന കൊടുക്കും. പിന്നെ നമുക്ക് സെറം പിക്വിക്കം കൊടുക്കാമല്ലോ, അയഡം കൊടുക്കാം. ഇതൊക്കെ തന്നെ. പിന്നെ സാമ്പിൾ സെറിലേറ്റ് കൊടുത്തിട്ട് എനിക്ക് വലിയ ഇതൊന്നും എനിക്ക് കിട്ടാറില്ല. അതിനേക്കാട്ടിലൊക്കെ എനിക്ക് കിട്ടുന്നത് ഈ മറ്റുള്ള ഞാനിപ്പോ പറഞ്ഞ മെഡിസിൻസിലേക്കാണ്. പോപ്പുലസ് കൊടുക്കാം. പോപ്പുലസ് നല്ല മെഡിസിൻ. പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ നമ്മൾ സാധാരണ കൊടുക്കുന്ന മെഡിസിൻസ് എല്ലാം നമുക്ക് ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിനും കൊടുക്കാം. കാരണം ആ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എൻലാർജ്മെന്റ് വരികയാണെങ്കിൽ ഇറ്റ് വിൽ ബി റിലേറ്റഡ് ടു
യൂറിനറി കംപ്ലൈന്റ് ആണ്. അവർക്ക് മൂത്രം ഒഴിക്കാൻ പ്രയാസം, അല്ലെങ്കിൽ ഇങ്ങനെ ഈ എന്താണ് ഈ നിന്നുകൊണ്ട് ചിലപ്പോ മുട്ടിൽ ഇങ്ങനെ നിന്നുകൊണ്ട് തന്നെ എനിക്ക് മൂത്രം ഒഴിക്കേണ്ടി വരും എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് പരൈറവ ബ്രാവ കൊടുക്കാം. അവര് പറയാണ് ഡോക്ടറെ നേരെ നിന്ന് മൂത്രം ഒഴിക്കാൻ പറ്റില്ല, ഇങ്ങനെ കുനിഞ്ഞിങ്ങനെ മുട്ടിൽ നിന്നിട്ട് മൂത്രം ഒഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ പരൈറ ബ്രാവ നല്ല മെഡിസിൻ. നമ്മള് കൊച്ചുങ്ങൾക്ക് കൊടുക്കുമല്ലോ, കൊച്ചുങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് ആഞ്ഞ് കരഞ്ഞ് ബഹളം ഉണ്ടാക്കി മുൻപോട്ട് ആഞ്ഞിരുന്ന് മൂത്രം ഒഴിക്കുമ്പോൾ നമ്മൾ പരൈറയാണല്ലേ കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക്. അതുപോലെ വലിയവര് ഇങ്ങനെ പറയും അവർക്ക് മുട്ടിൽ നിന്ന് മൂത്രം ഒഴിക്കണമെന്ന് തോന്നും ഡോക്ടറെ എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ സോൾഡാഗ് നല്ല മെഡിസിനാണ്. അതും എനിക്ക് ടീച്ചർ ഫോമിൽ തന്നെയാണ് ഞാൻ സോൾഡാഗ് കൊടുക്കുന്നത്. ഇതൊക്കെ എനിക്ക് ഈ ഇതിലുള്ളൂ. ഇതൊക്കെ ഞാൻ എൻ്റെ സീനിയർ ഡോക്ടറുടെ ചന്ദ്രശേഖരൻ നായരുടെ പ്രോട്ടോകോൾ അനുസരിച്ചാണ് ഞാൻ ഈ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റിന് കൊടുക്കുന്നത്. എനിക്ക് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇൻഫെർട്ടിലിറ്റിക്ക് പ്രോസ്റ്റേറ്റ് ഇതും കൂടി ഉണ്ടെങ്കിൽ ഞാൻ ആ പ്രോട്ടോകോളാണ് നോക്കുന്നത്. ഇതൊക്കെ എനിക്ക് പറയാനുള്ളത്. സാവിസറിലേറ്റ് എനിക്ക് വലിയ എഫക്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല, എന്നാലും കിട്ടിയിട്ടുണ്ട്. സാവിസറിലേറ്റ് ടിഞ്ചർ ആണോ 3x ആണോ? ഞാൻ ടിഞ്ചറാ കൊടുക്കാറ്. ഇങ്ങനെ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റിന് മുഴുവനും ടിഞ്ചർ കൊടുക്കാൻ പറ്റിയാൽ ഞാൻ ടിഞ്ചർ കൊടുക്കും. എന്നിട്ട് അവർക്ക് തന്നെ ഒരു ബിലീഫ് കിട്ടും ഇത് കുറയുന്നതായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഇതില് 3x-ലേക്കും 30-ലേക്കും പോവുക. കഴിയുന്നത് ഞാൻ ടിഞ്ചറാണ് കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് ടിഞ്ചർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗുണം എന്താ വെച്ചാൽ അവർക്ക് യൂറിനറി പ്രോബ്ലം പെട്ടെന്ന് മാറി കിട്ടും. അപ്പൊ തന്നെ അവർ ഒത്തിരി സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ആ മൂത്രം ഒഴിക്കണം എന്നുള്ള ഒരു തോന്നലും, മൂത്രം പോയില്ല എന്നുള്ള തോന്നലും, പിന്നെ കുറെ നേരം വെയിറ്റ് ചെയ്യേണ്ട തോന്നലും ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ നമ്മൾ ടിഞ്ചറിന് കൊടുക്കുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയും, അവരോട് ഇഷ്ടംപോലെ വെള്ളം കുടിക്കാൻ പറയും. ഞാൻ ഈ ടിഞ്ചർ കൊടുക്കുന്നത് നമ്മുടെ ഹരി പറയണ പോലെയാണ്. 1 ലിറ്റർ വെള്ളത്തില് 20 ഡ്രോപ്സ് ഒഴിച്ചിട്ട് ആ വെള്ളം ഡൈലൂട്ട് ചെയ്ത് കഴിക്കാൻ പറയും. ഒരു ദിവസം കൊണ്ട് ആ 1 ലിറ്റർ വെള്ളം കുടിക്കാൻ പറയും. ഓരോ പ്രാവശ്യവും വെള്ളം എടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളത്തിൽ ഒഴിച്ചിട്ട് വേണം കഴിക്കാൻ എന്നാണ് ഞാൻ പറയുക. ഈ ടിഞ്ചറാണ് ഞാൻ കൊടുക്കണമെങ്കിൽ. ഇതാണ് ഉദ്ദേശിക്കുന്നത്. യൂറിൻ നല്ലോണം പോകണം. ഒരു ആന്റി ഇൻഫ്ലമേറ്ററി പോലെ യൂറിൻ പോയി കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഒരു സുഖം ഉണ്ടാവില്ല. അങ്ങനെയാണ്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ ഒക്കെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കൊടുക്കാം. നമുക്ക് കൽക്കരി കൊടുക്കാം, സൂര്യ കൊടുക്കാം. ചിലർക്ക് ട്യൂബുകളിന് വരും, ചിലർക്ക് ഫോസ്ഫറസ് വരും കോൺസ്റ്റിറ്റ്യൂഷനായിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ കൊടുത്തിട്ട് എല്ലാം വിത്ത് പോരെ മനോജേ? മറിയാമേ പോരെ? നമ്മുടെ കുറുപ്പ് സാറ് വന്നിട്ടുണ്ട്. ഇന്ന് കുറുപ്പ് സാറ് വന്നിട്ടുണ്ട്, പക്ഷെ കാണുന്നില്ല. സാറിനെ ഞാൻ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. സാറ് സംസാരിക്കാം. വളരെ നാളുകൾക്ക് ശേഷം സാറ് വന്നതാണ്. സാർ ഉണ്ട്, പക്ഷെ എവിടെയൊന്നും കാണുന്നില്ല. സാറൊന്ന് കേൾക്കാമോ? കേൾക്കാം സാർ. മുഖവും കൂടെ ഒന്ന് കണ്ടാൽ കൊള്ളാം. മുഖം കാണിക്കാൻ മേലാത്ത കൂട്ടിരിക്കുക. ഞങ്ങൾ സഹിച്ചോളാം സാറേ, ഞങ്ങൾ സഹിച്ചോളാം. എനിക്ക് തീർത്ത് പറഞ്ഞിട്ടല്ല, ഞാനിന്നൊന്നും കേറി നോക്കിയത്. ആരൊക്കെ എന്നാക്കിയാ പറയുന്നൊന്നും ഒത്തിനാളായി. മോനൊന്ന് കേറി നോക്കിയെന്നുള്ളതേ ഉള്ളൂ. ഞങ്ങൾക്ക് സന്തോഷം, സാറിന്റെ ശബ്ദം കേൾക്കാൻ പറ്റിയില്ല. എല്ലാം കംപ്ലീറ്റ് ശരിയായില്ല. പിന്നെ ഇവിടെ വാർദ്ധക്യത്തിൽ ബെറൈറ്റക്കാർ പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല. ബാക്കിയുള്ളതൊക്കെ പറഞ്ഞത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ബെറൈറ്റക്കാർ ഒരു പ്രായമുള്ളവർക്കെല്ലാം ഒരു 60-70 വയസ്സ് കഴിഞ്ഞവർക്കെല്ലാം ഉണ്ടാകുന്ന ഒരു, ഇപ്പൊ ഇതിൻ്റെ അകത്ത് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും കാണും പ്രോസ്റ്റാറ്റിക് കംപ്ലൈന്റ് എന്നാണ്. പെണ്ണുങ്ങൾക്കല്ല, ആണുങ്ങൾക്കാകട്ടോ. പിന്നെ അവർക്ക് പലർക്കും കാണും. അപ്പം അന്നേരം ബെറൈറ്റക്കാർ ഒരു നല്ല മെഡിസിനാണ് പ്രായമുള്ളവർക്ക്. ഞാൻ കുറെ കേസുകൾ കൈകാര്യം ചെയ്തിട്ട് എനിക്ക് കിട്ടിയത് ഒന്ന് കൊണയമ്മക്കാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയത്. പിന്നെ വേറൊന്നും ഡിജിറ്റാലിസ്. പലപ്പോഴും ഇപ്പൊ ഹൃദയ സംബന്ധമായ അസുഖങ്ങളോട് കൂടി വരുന്നത് പ്രോസ്റ്റേറ്റ് വളർച്ച വന്നാൽ
ഇപ്പം മുമ്പേ പറഞ്ഞില്ല, തുള്ളി തുള്ളിയായിട്ട് മൂത്രം പോകും. അത് ഡിജിറ്റാലിസിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ട്യൂബർകുലോസിസ് ഉള്ളവർക്ക് വന്നാൽ അയോഡം നല്ലൊരു മെഡിസിനാണ്. പിന്നെ ഈയിടെ ഞാനൊരു കേസ്, ഒരു 80 വയസ്സ് 85, അന്നേരം അവര് അലോപ്പതി ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടതാ, വേറെ ആൾ റെഫർ ചെയ്ത. അന്നേരം കൊടുത്തത് അയാൾക്ക് ലെഫ്റ്റ് കിഡ്നിയിൽ സ്റ്റോൺ നേരത്തെ വന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ആർസനിക് ആൽവിൻ്റെ പേസ്റ്റ് സ്മോൾ ക്വാണ്ടിറ്റീസിന് സ്മോൾ ഇന്റർവെൽസ് വെച്ചിട്ടും റെസ്റ്റ്ലെസ്നെസ്സും ഒക്കെ വെച്ചിട്ടും ഫിയർ ഓഫ് ഡെത്ത് അതെല്ലാം കൂടെ വെച്ചിട്ട് സിവിയർ എഴുന്നേറ്റ് നടക്കാൻ മേല, ആരാണ്ടൊക്കെ കൂടെ പിടിച്ചോണ്ടും കൊണ്ടുവന്നു. ഏതായാലും എന്നോട് പട്ടേൽ സാർ പറഞ്ഞിരിക്കുക, ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള കേസിൽ ആർസനിക് ആൽബ് കൊടുത്തത്. ഞാൻ പറഞ്ഞു, ഒന്നീ ഇതൊക്കെ സഹിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ, ഒന്നീ അങ്ങോട്ട് പോക്കോട്ടെ ഇങ്ങോട്ട് വരട്ടെന്ന് വിചാരിച്ചു കൊടുത്തു. ഏതായാലും ഒരു 15 ദിവസം ഇപ്പം ആള് തന്നെ എഴുന്നേറ്റ് നടന്നു. അതായത് ബെറിബറീസ് വൾഗാരിസ് മദർ ടിഞ്ചറും ബ്ലഡ് യൂറിൻ ബ്ലഡിൽ കൂടെ ഇങ്ങനെ പോകുമായിരുന്നു. ഇതുവാ കൊടുത്ത. ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല കുറേ വന്ന്. അങ്ങനെ നമുക്ക് പലപ്പോഴും അവിചാരിതമായിട്ട് പ്രതീക്ഷയ്ക്കപ്പുറമായിട്ട് ഹോമിയോപ്പതി നമുക്ക് റിസൾട്ട് കിട്ടും. നമ്മൾ പ്രതീക്ഷിക്കാൻ ഇത് കുറയുമെന്നൊന്നും നമുക്ക് പ്രതീക്ഷയില്ല. പക്ഷെ നമ്മുടെ ഹോമിയോപ്പതി അത്ര വലുതാണ്. നമ്മൾ പലപ്പോഴും ഫെയിലിയറാകും. നമുക്ക് പോലും വിശ്വാസം ഇല്ലാത്ത, എന്നാൽ ഇനി അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് ആകത്തെന്ന് വിചാരിച്ചിട്ട് കൊടുത്താൽ അത് ശരിയായി. പിന്നെ ഓസ്മിയം രക്തം വരികയാണെങ്കിൽ ഓസ്മിയം കാനും നല്ലൊരു മെഡിസിനാണ്. പിന്നെ ബെറൈറ്റ ബ്രേവ പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് അതിലോട്ട് പോകുന്നില്ല. പിന്നെ ഞാൻ സബാൾസറിലേറ്റ പലപ്പോഴും കൊടുത്തിട്ട് കുറവില്ലെന്ന് പറയും. പക്ഷേ അക്യൂട്ട് കംപ്ലൈൻറ്റ് പലപ്പോഴും സബാൾസറിലേറ്റ മദർ ടിഞ്ചറാണ് ഞാൻ കൊടുക്കുന്നത്. പലപ്പോഴും കുറവ് കണ്ടിട്ടുണ്ട്. എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ആണ് വരുന്നത്, വേറെ പലരുടെയും ഞാൻ പറയുന്നില്ല. പലർക്കും പലതരത്തിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും പല മരുന്നുകളും. പിന്നെ കൂടുതൽ വളരെ പഴകിയത് കൂടുതൽ ഉണ്ടാകാതിരിക്കാൻ സോളിഡാവോ ഒരു നല്ല മെഡിസിനാണ്. സോളിഡാവോ. പിന്നെ കൂടുതൽ വാർദ്ധക്യകാലത്ത് പ്രോസ്റ്റേറ്റ് കൂടുതൽ വളർച്ച വരാതെ ഉറക്കത്തിൽ രാത്രി വീണ്ടും വീണ്ടും മൂത്രം ഒഴിക്കണമെന്ന് തോന്നുന്ന കേസുകളിലൊക്കെ പിന്നെ പെനിസിലിൻ നല്ല വേദന ഉണ്ടെങ്കിൽ തെറംപിക്രിക്കം കൊടുത്താൽ വളരെ നല്ലത്. അതൊക്കെയാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. പിന്നെ അങ്ങനെ കുറെ കേസുകളുണ്ട്. ഞാൻ ഈ ഒരു 2 വർഷം മുമ്പ് എനിക്ക് പരിചയമുള്ള ഒരാളെ ലൂക്കോഡെർമാവുണ്ടായിരുന്നു. അത് സർപ്പറ കൊടുത്തത്, അത് കുറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ കൊണയമ്മ കൂടെ കൊടുത്ത് അയാളുടെ ലൂക്കോഡെർമ കംപ്ലീറ്റ് കുറഞ്ഞില്ല, കുറെ കുറവുണ്ടായിരുന്നു. പിന്നെ ഏതാണ്ട് 90 വയസ്സോളം വന്നതാണ്. കഴിഞ്ഞ വർഷം മരിച്ചുപോയി. ഇതുകൊണ്ടല്ല, വേറെ എന്തോ അസുഖം വന്ന് മരിച്ചു. ഇന്ന് ഞാൻ നാട്ടിലായിരുന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് വളരെ നല്ല മരുന്നുകൾ ഇങ്ങനെ ഈ സോ കോൾഡ് ഇൻക്യൂറബിൾ കേസസ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയുന്ന പല കാര്യത്തിനും നമുക്ക് ഒന്നാം തരം മരുന്നുകളുണ്ട്. പിന്നെ ഇനിയും പലതും തീർത്തും മാറിയില്ലെങ്കിൽ പോലൂടെ നല്ലവണ്ണം കുറയ്ക്കാൻ പറ്റും. അതായത് പലർക്കും വരുന്നതാണ് ഈ മൂത്രം പിടിച്ചാൽ നിൽക്കുക. അത് സൈക്കോട്ടിക് കോൺസ്റ്റിറ്റ്യൂഷനാണെങ്കിൽ കോസ്റ്റിക്കം നല്ലൊരു മെഡിസിനാണ്. പിന്നെ ലൈക്കോപോഡിയം ഓൾഡ് ഏജിൽ വളരെ സ്ലോ ആണ്. നമ്മൾ സാധാരണ ചെറുപ്പത്തിലെ കാണാൻ പിള്ളേർ സൈഫൺ പോലെ മൂത്രമൊഴിക്കും. ഒക്കെ പ്രായമുള്ളവർ സ്ത്രീകൾ മൂത്രമൊഴിക്കുന്ന കൂട്ടേ പോകും, ചിലപ്പോൾ കാലേ കൂടെ ഒക്കെ ഒഴിക്കും. അങ്ങനെയുള്ളവർക്ക് കൊടുക്കാവുന്ന ഒരു നല്ല മെഡിസിനാണ് ലൈക്കോപോഡിയം. പിന്നെ സെലിനിയം, അത് നമ്മൾ സ്റ്റൂളിന് പോയിട്ടിരിക്കുമ്പം അവർക്ക് പ്രായമുള്ളവർക്ക്, പ്രത്യേകിച്ച് ഈ ഭാര്യയൊക്കെ മരിച്ചു പോയവർക്ക് ഈ ട്രിബിളിങ് കാണും സെമൻ, അവർക്ക് ഏറ്റവും കൊടുക്കാവുന്ന പറ്റിയതാണ്. പിന്നെ ചിലപ്പം ഈ ക്യാൻസർ സ്റ്റേജിലോട്ടൊക്കെ പോകുന്നത് തടയാൻ പറ്റിയുള്ള മെഡിസിനാണ് സെലിനിയം മെറ്റ്. പൂജയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ട്രിബുലസ്, അത് മദർ ടിഞ്ചറാണ്.
അതിന് പ്രധാനപ്പെട്ട സിംറ്റം മാസ്റ്റർബേഷൻ കാണും. ഈ പ്രോസ്റ്റേറ്റിക് എൻലാർജ്മെന്റിന്റെ കൂട്ടത്തിൽ മാസ്റ്റർബേഷൻ കാണും. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട. പിന്നെ വേറൊരു മെഡിസിൻ ഉണ്ട്, സെക്സ്വൽ ഡെബിലിറ്റി ആണെങ്കിൽ ടൂർണേറ എന്ന് പറയാം. അത് ഇവിടെ കിട്ടുമെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയാൻ മേല. ഞാൻ മംഗലാപുരത്തായിരുന്നു ഇപ്പം ഉപയോഗിച്ചിട്ടുള്ളത്. അത് സെന്റ് ജോർജിൽ കിട്ടുമായിരുന്നു. അത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല കുറവ് കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടെ പറയാമോ സാർ? പേരൊന്നുകൂടെ പറയാമോ? പറയാം. TURNERA. മദർ ടീച്ചറാണേ. അതെ, 10 to 15 ഡ്രോപ്സ് വെള്ളത്തിൽ. പിന്നെ ഇത് ആസിഡ് കോസ് നല്ലതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ആൽഫ മദർ ടിഞ്ചർ ഞാൻ കൊടുക്കാറുണ്ട്. ഇങ്ങനെ ഈ തെരുതരം മൂത്രം ഒഴിക്കണമെന്ന് തോന്നുന്നവർക്ക്. പിന്നെ ആലോസ് ഒരു നല്ല മെഡിസിനാണ്. അനാക്കാർഡിയം ഈ ഓൾഡ് ഏജില് ഈ സ്റ്റൂളിന് പോയിട്ടിരിക്കുമ്പോൾ കണ്ടമാനം ഈ എമിഷൻ, സെമിനൽ എമിഷൻ ഉണ്ടാകും, പ്രോസ്റ്റാറ്റിക് എന്താണ്. അതിന് അനാക്കാർഡിയം നല്ലൊരു മെഡിസിനാണ്. ഇതൊക്കെയാണ്. ഈ ടെർണറ ഡാമിയാനെ തന്നെയാണല്ലേ സാർ? ഈ ടെർണറ എന്ന് പറയുന്നത് അത് പല പേരിൽ, പലയിടത്തും പല പേരിലാണ് വരുന്നത്. ഇപ്പം സിമിസിവായ്ക്ക് ആക്ടിയ റെസിമോസ എന്ന് പറയുന്ന മാതിരി ഇതിനും പല പേര് കാണാം. ചില നമ്മുടെ ഈ മെറ്റിയാമെഡിക്കായ്ക്ക് പല മെഡിസിനും പല മരുന്നുണ്ട്. പിന്നെ ചീമാപ്പില, അത് ഞാൻ പറഞ്ഞെന്നാ പറഞ്ഞത്. അതിന് ഉള്ള പ്രധാനപ്പെട്ട സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്രത്തിന് ഭയങ്കര ചൂടായി പോകുമ്പം ഭയങ്കര ചൂട് തോന്നിക്കും. പിന്നെ ക്യാൻസറിന്, പ്രോസ്റ്റേറ്റ് ക്യാൻസറിലോട്ട് കിടക്കുന്നതിന് സിസ്റ്റസ്കാനും നല്ലൊരു മെഡിസിനാണ്. അത് പൊട്ടൻസി ഏതാ സർ? ഞാൻ എപ്പോഴും 0/3 ആണ്. പിന്നെ അല്ലെങ്കിൽ മദർ ടിഞ്ചർ. ബേണിങ്ങോട് കൂടിയാണെങ്കിൽ പോണെങ്കിൽ യൂപ്പിറ്റോറിയം പർപ്പോ നല്ലൊരു മെഡിസിനാണ്. പിന്നെ ഈ ഹാങ്നാനെന്ന് പറയുന്ന ഒരു മദർ ടീച്ചറുണ്ട്. അത് ഈ ക്യാൻസർ സ്റ്റേജിൽ, ലാസ്റ്റ് സ്റ്റേജിലൊക്കെ കൊടുക്കാവുന്ന 20 ഡ്രോപ്സ് വീതം കൊടുക്കും. പിന്നെ ഹൈഡ്രാഞ്ചിയ, അതൊരു നല്ല മെഡിസിനാണ്. ഓൾഡ് ഏജിൽ കൊടുക്കാം, മൂത്രമൊക്കെ പോകാനൊക്കെ തടസ്സം. ഈ ഹൈഡ്രാഞ്ചിയ ഇതിനും കൊടുക്കാം. ഈ യൂറിനറി സ്റ്റോൺ 5 to 10 ഡ്രോപ്സ്. ഇപ്പം എൻ്റെ അനിയൻ പരമേശ്വരക്കുറുപ്പും പല സ്റ്റോണുകളും ഈ ഹൈഡ്രാഞ്ചിയ കുറച്ചിട്ടുണ്ട്. പലപ്പോഴും പുള്ളി അതിൻ്റെ ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തരാം. പിന്നെ യൂറിൻ റിട്ടാർഡേഷനും ഇത് നല്ലൊരു മെഡിസിനാണ്. യൂറിൻ റിട്ടാർഡേഷൻ ഇങ്ങനെ പ്രായമായി കഴിയുമ്പോൾ പലപ്പോഴും ഈ പോകാൻ വലിയ പ്രയാസം. അത് ഹൈഡ്രാഞ്ചിയ കൊടുത്തു കഴിഞ്ഞാൽ പോകും. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു മെഡിസിനാണ് നേട്രമോർ. ദി പ്രസൻസ് ഓഫ് അതേഴ്സ് യു കനോട്ട് പാസ് യൂറിൻ. ഒരു പ്രധാനപ്പെട്ട സിംറ്റം. നമ്മൾ വിചാരിക്കും അത് നമ്മൾ ഇതൊക്കെ എങ്ങനെയൊക്കെ കേസുകളുണ്ടാവും. ഒത്തിരി പേർക്ക് ഈ പ്രശ്നമുണ്ട്. ഞാൻ ഒരുപാട് പേർക്ക് ഈ ഒറ്റ സിംറ്റം വെച്ചിട്ട് സിംഗിൾ റൂബ്രിക് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. വളരെയധികം ഗുണപ്രദമാണ് നേട്രമോറിൻ. ദി പ്രസൻസ് ഓഫ് അതേഴ്സ്. അവരെവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യും, അവസാനമുള്ളൂ. അതും ബാത്റൂമിനകത്ത് കയറി, അതായത് ആണുങ്ങൾക്ക് പ്രത്യേകം യൂറിനൽസ് ആണല്ലോ, അവിടെ അവർക്ക് ഒഴിക്കാൻ പറ്റിയില്ല. അവർക്ക് വെളിയിൽ ആൾ പോയെങ്കിലേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഹോസ്പിറ്റലെങ്ങാനും എന്തിനേലും ട്രീറ്റ്മെൻറ്റിനുണ്ടെങ്കിൽ വെളിയിൽ എല്ലാവരും പോയാലേ അവർക്ക് അയക്ക് മൂത്രം പോകത്തുള്ളൂ. എല്ലാവരും പോയി വെളിയിൽ പോയി കുറ്റിയും കൂടി ഇട്ടെങ്കിൽ മാത്രമേ അയക്ക് മൂത്രം ഒഴിക്കാൻ പറ്റൂ. അതും കുറച്ച് സമയമെടുക്കും. ഇതൊക്കെയാണ് എൻ്റെ അനുഭവങ്ങൾ. ഇനിയും ഇവിടെ ഒത്തിരി പേര് ഇരിപ്പുണ്ട്.
72 പേരോ മറ്റോ ഉണ്ടെന്നായി പകുതി സമയമായുള്ളൂ. ഇനിയുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ ഇരിക്കുക. 72 പേരുണ്ട്. ഞാനും ഡോക്ടർ രമാദേവി അമ്പാടിയും മാത്രമേ പറഞ്ഞുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഇരിക്കുക. അവരൊക്കെ പറയട്ടെ. ഞാൻ നിർത്തുക. എനിക്കൊരു ചാൻസ് തന്നതിനും എന്നെ വിളിച്ചതിനും ഡോക്ടർ ഹുബാർട്ടിന് ഒരു നന്ദി. ഓക്കെ, സമയമുണ്ടെങ്കിൽ കയറാം, അല്ലെങ്കിൽ വല്ലപ്പോഴും കേറ് സാറേ. സാറ് വരുമ്പോ ഒരു ഉശിരാണ് ഇവിടെ. ഓ ഇത് നിമിഷം കയറിയ ഇന്ന് പറയാനിരുന്നല്ല. തളർന്നു കിടക്കുന്ന ഞങ്ങൾക്കൊക്കെ ഒരു ഉശിരാണ് സാറ് വരുമ്പോ. എനിക്ക് മേലാതിരിക്കുക. എന്നാലും ഞാൻ കണ്ടപ്പം എല്ലാരും വിളിച്ചപ്പോ അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഈ പറഞ്ഞില്ലേ, പറയാതിരിക്കാൻ വയ്യാന്ന് പറഞ്ഞ ഒരു സ്റ്റേജാ, അതുകൊണ്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എന്നെക്കാട്ടി ഒത്തിരി അറിവുള്ളവർ ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. ഒരറിവും ചെറുതല്ല. അതുകൊണ്ട് അറിയാവുന്നവർ ഒരു കേസേ ഉള്ളതിലും അവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ വളരെയധികം നല്ലതാണ്. എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു, നന്ദി, നമസ്കാരം. നന്ദി സാറേ. രമാദേവി മാഡം ഞാൻ പറയാൻ പോയത് ടെർണറ എന്ന് പറഞ്ഞത് ഡാമിയാനെയാണ് ഇത് പറഞ്ഞത്. പിന്നെ രണ്ടാമത് കുറിപ്പ് ഒരു കാര്യം പറഞ്ഞു, യൂറിൻ പാസ് ചെയ്യുമ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ട് താഴേക്ക് വീഴും, തുടയിലൊക്കെ യൂറിൻ വീഴുന്ന പോലെ തോന്നുന്നു. അവിടെ നമുക്ക് ഹെപ്പാസൾഫ് 200 വളരെ ഇഫക്റ്റീവ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഒരു ഇത് പറഞ്ഞു, ട്രിബുലസ് ടിഞ്ചർ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് ഒരു കുറച്ച് കൂടുതൽ ഹെവി ഡോസ് കൊടുക്കണം. ഒരു 15 to 20 ഡ്രോപ്സ് കൊടുത്താലേ ഈ ട്രിബുലസ് എനിക്ക് ആക്ഷൻ കിട്ടിയതായിട്ട് അനുഭവമുള്ളൂ. ഇത് കൊടുക്കുമ്പോഴേ ഇവർക്ക് പ്രോസ്റ്റാറ്റിക് ഗ്ലാൻഡിന്റെ ഇൻഫർമേഷൻ മാത്രമല്ല, അവരുടെ ആ ഒരു മാസ്റ്റർബേഷന് ടെൻഡൻസി കുറഞ്ഞു കിട്ടും. അവർക്ക് ഇങ്ങനെ ഇതില് ഇങ്ങനെ ട്രിബുലസ് കൊടുത്തു കഴിഞ്ഞാല്. അത് രണ്ടും പറയാൻ വേണ്ടിയാണ് ഞാൻ ഹാൻഡ് റൈസ് ചെയ്തത്. എന്തെങ്കിലും ഓർമ്മ വരികയാണെങ്കിൽ ഞാൻ പഠിക്കാം. ഇനി തുടരണേ. പിന്നെ നമ്മുടെ ഹരിഹരൻ സാർ വന്നിട്ടുണ്ട്. സാർ ഒരുപാട് മെഡിസിൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, അതിൽ കുറച്ചുകൂടെ മിച്ചം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. സാർ അതുകൂടി ഒന്ന് പറയാമോ? ഹരിഹരൻ സാറ് സാർ അൺമ്യൂട്ട് ചെയ്യാം. ഹരിഹരൻ സാറ്. ചന്ദ്രമോഹൻ ഡോക്ടർ സംസാരിക്കാനാണെന്നോ? സാറ് സംസാരിക്കോ സാറ്? അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോ സാറ്. ഡോക്ടറെ, ഞാനിപ്പോൾ കയറുതേ ഉള്ളൂ. ഞാൻ പിന്നെ എറണാകുളത്ത് മറ്റേ മീറ്റിങ്ങിന് പോയായിരുന്നു. അപ്പം അതുകൊണ്ട് ഇപ്പം കയറുതേ ഉള്ളൂ. മീറ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു സാർ ഇന്നത്തെ? ആ മീറ്റിംഗ് നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. 160 പേര് മിച്ചം ഉണ്ടായിരുന്നു. ഹാള് നിറച്ച ആളുണ്ടായിരുന്നു. അഡ്വക്കേറ്റിൻ്റെ ഒക്കെ നല്ല ഉപദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ധനേഷ് ഡോക്ടർ ഉണ്ടായിരുന്നു, അവരെ വെച്ച് കണ്ടിരുന്നു. ധനേഷ് ഡോക്ടർ എന്നെ കണ്ടില്ലേ ചന്ദ്രമോഹൻ? കണ്ടായിരുന്നു. അയ്യോ, കണ്ടായിരുന്നു. ഡോക്ടർ ശാന്താചന്ദ്രനെയും ഡോക്ടറെയൊക്കെ കണ്ടായിരുന്നു. പിന്നെ നല്ല കോൺഫിഡൻസ് കിട്ടി മറിയാമേ. കാരണം നമുക്ക് നല്ല കോൺഫിഡൻസ് കിട്ടി. നമ്മൾ ഉദ്ദേശിച്ചത് നമ്മൾ വിചാരിച്ചിരുന്നത് നമുക്ക് ഈ മെഡിക്കൽ ബില്ലിനെതിരായിട്ട് നമുക്ക് ഒന്നും ആൻസർ അല്ല, കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് നമ്മൾ വിചാരിച്ചത്. അപ്പൊ പറഞ്ഞു നമുക്ക് കേസ് ഫയൽ ചെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ടെന്ന് പറഞ്ഞു. അത് തന്നെ. അഡ്വക്കേറ്റിന്റെ നന്നായിരുന്നു, അഡ്വക്കേറ്റിന്റെ ക്ലാസ് അല്ലേ? എന്താണ് വെള്ളത്തിൽ വീണവന് ഒരു കത്തിത്തുരുമ്പ് കിട്ടിയ പോലെ ആയി ഞങ്ങൾക്കൊക്കെ. ചന്ദ്രമോഹൻ അല്ലേ? അത്രയും അത് പറഞ്ഞപ്പോ തന്നെ ഞങ്ങൾ പോയതിന്റെ സകല ഇത് കിട്ടി. അതുപോലെ തന്നെ അങ്ങേര് നല്ല നീറ്റായിട്ട് നമ്മൾ വളരെ ഈ ഒരു മെഡിക്കൽ അല്ല എന്താണ് ഒരു അഡ്വക്കേറ്റ് പറയുന്ന പോലെ അല്ല, ഫ്രണ്ട്ലി ടോക്കായിരുന്നു ഡോക്ടറെ. വളരെ ഫ്രണ്ട്ലി ടോക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ വളരെ കൂളായിരുന്നു. അത് ഒരു എന്താണ് ഇതിനെ പറ്റി ചട്ടത്തിനെ പറ്റിയും എന്താണ് ചട്ടവും പിന്നെന്താ
നമ്മൾ പറഞ്ഞത് ചട്ടവും റൂളും മറന്നു ഡോക്ടറെ. ഞാൻ കുറിച്ചെടുത്തിട്ടുണ്ട്, പിന്നെ ബുക്കിനകത്ത് കുറിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ എഴുതിയിട്ടുണ്ട്. ചട്ടവും പിന്നെ എന്തുകൊണ്ട് പറഞ്ഞു അതിന് അങ്ങേര് പറഞ്ഞൊരു ഉദാഹരണം. അതായത് വീട്ടിൽ സാമ്പാർ വെക്കണം എന്ന് പറഞ്ഞു. അത് സാമ്പാർ വെക്കുന്നുള്ളത് അതൊരു ചട്ടം. പക്ഷെ അത് കഷണങ്ങൾ എന്തൊക്കെ അല്ലേ? കഷണങ്ങൾ അത് നിഷ്ഠ. അതിന് വേറെന്താണോ പറഞ്ഞത്? നടപടിക്രമം എന്താണോ അതിന്റെ? ആ ഡിഫറൻസ് പറഞ്ഞു തന്നു. ഒരു ഡോക്ടർ മറിയാമ്മ ടീച്ചർ എന്തോ സംസാരിക്കാനായിട്ട് ഇങ്ങനെ ആക്ടും ചട്ടവും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞേ. ആക്ടും ചട്ടവും. സാമ്പാറാണ് ആക്ട്. ചട്ടം എന്ന് പറഞ്ഞാൽ അതിനകത്ത് വിടുന്ന കഷ്ണങ്ങൾ. നമ്മള് ഒരു സാമ്പാർ ഉണ്ടാക്കണം എന്ന് പറയുന്നത് ഒരു നിയമം. അതൊരു അവിടെ വീട്ടിൽ സാമ്പാർ ഉണ്ടാക്കണം, അത് ഹസ്ബൻഡ് പറഞ്ഞു. അതില് എന്ത് കഷ്ണം ഇടണം എന്നുള്ളത് ഭാര്യയാണ് തീരുമാനിക്കുന്നത്. ഉള്ളി ഇടണോ, ഈ വെണ്ടയ്ക്ക ഇടണോ, ടൊമാറ്റോ ഇടണോ എന്ന് ഭാര്യ ഒഴിക്കുക. അങ്ങനെയാണ് രണ്ട് ആ ഒരു ഇത്. എന്നുവെച്ചാൽ ആക്ട് ഉണ്ടെങ്കിലും ഏത് അതോറിറ്റിയാണോ അവിടെ ഇരിക്കുന്ന ആ പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്യും അത് എങ്ങനെ വേണോന്നുള്ളത്. അപ്പൊ ചട്ടത്തിന് എപ്പം വേണേലും മാറ്റങ്ങൾ വരാം. അത് തന്നെ, അതാണ് അത് കഷ്ണത്തിന് ബേസിക്കലായിട്ടുള്ള സാമ്പാർ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ അത് ആക്ട് മാറണോ ചട്ടം മാറണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം എന്നാണ് പറഞ്ഞത്. താങ്ക് യു അറിയാമേ. ഞാനത് എഴുതി വെച്ചിരുന്നു. അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അടുത്തത് തിരുവനന്തപുരത്ത് കാണുമല്ലോ. അല്ല, നല്ലൊരു നമുക്കൊരു എൻകറേജിങ് ആയിരുന്നു അത് മീറ്റിംഗ്. വളരെ ആശ്വാസത്തോടെ ഞങ്ങൾ തിരിച്ചു വന്നത് അല്ലേ അറിയാമേ? അതെ അതെ. അപ്പം ഡോക്ടർ കേറാറുണ്ട് ഇതിനകത്ത്? പറ്റുന്നിടത്തോളം കണ്ടിട്ടില്ല. ഇങ്ങനെ ഫേസ് ഇന്ന് ആദ്യമായിട്ട് കാണുകയാണ്. സാധാരണ അൺമ്യൂട്ട് ചെയ്തിരിക്കാറുള്ളൂ. ഇടയ്ക്കൊക്കെ കയറി ഒന്ന് സംസാരിക്കണേ. കാരണം എന്താ വെച്ചാൽ നമുക്ക് അറിയത്തില്ല. ഇപ്പോഴും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോഴും ഈ ഒരു സംശയം വന്നപ്പോഴാണ് ഇവിടെ മുഖം ഒന്ന് കാണിച്ചത്. ഡോക്ടർ എവിടെ പ്രാക്ടീസ് ചെയ്യുന്ന? ആലുവയാണ്. പിന്നെ ഞാൻ പ്രത്യേകിച്ച് പോയത് എന്റെ മോളും പോയിട്ടുണ്ട് ഹോമിയോപ്പതിക്ക്. അപ്പൊ എനിക്ക് എന്റെ ഒരു വിഷമമുണ്ട്. എവിടെയാ പഠിച്ചിരുന്ന? ഞാൻ ട്രിവാൻഡ്രത്ത്. നിങ്ങളുടെ സീനിയറാ. ഞാൻ സതീഷിന്റെ ബോവന്റെ ഒക്കെ ബാച്ച്. ഡോക്ടർ എവിടെയാണ്? ട്രിവാൻഡ്രത്താണ് പഠിച്ചേ? ഞാൻ ട്രിവാൻഡ്രത്താ. ഞാൻ 2 കോളേജിലും പഠിച്ചിട്ടുണ്ട്. ഞാൻ 81 ബാച്ച്. 81. എവിടെ? SVR HMC. ഞങ്ങളെ ഗവൺമെന്റ് കോളേജില് ഗവൺമെന്റ് കോളേജിൽ ഞാൻ 92-ലുണ്ടായിരുന്നു. 92-ല്. അത് ഏത് വർഷത്തിലാണ് ഡോക്ടർ? ഏത് വർഷത്തിലാണ് പഠിച്ചത്? ഞങ്ങൾ 84 to 91 ഉണ്ടായിരുന്നു. 84 മറ്റേ ഈ ഗ്രേഡഡ് സമരമൊക്കെ നടക്കുന്ന അതിന് മുമ്പേ ഇറങ്ങി. അതിന് മുമ്പ് ഇല്ലല്ല, അവിടെ 82-ലല്ലേ തുടങ്ങിയത് ഗവൺമെന്റ് കോളേജിൽ? പിന്നീടല്ലേ തുടങ്ങിയത്? ആ സ്ട്രൈക്ക് നടക്കുന്ന സമയത്ത്, മറ്റേ ICSR ഇരിക്കുന്ന സമയത്ത്. അതെ അതെ. ഞങ്ങള് ഫസ്റ്റ് ഇയർ ചെല്ലുമ്പോ സ്ട്രൈക്കിന്റെ മൂർധന്യാവസ്ഥയിലാണ് ഞങ്ങൾ ചെല്ലുന്നത്. ഏതായാലും ഡോക്ടർ ഇനിയും കാരണം അനുഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തരണം. ജയലളിത ഡോക്ടർ എന്തോ ഒന്ന് ഉണ്ടല്ലോ ചാറ്റ് ബോക്സില്. ജയലളിത ഡോക്ടർ ഒന്ന് അഡ്മിറ്റ് ചെയ്ത് പറയാമോ? ജയലളിത ഡോക്ടറെ ഡോക്ടർ ഒന്ന് അഡ്മിറ്റ് ചെയ്യാവോ? ജയലളിത ഡോക്ടർ? ഡോക്ടറെ, ഞാൻ പ്രോസ്റ്റാറ്റൈറ്റിസിന്റെ മെഡിസിൻസ് പറഞ്ഞതാണ്. മെർക്കഡാൽസിസും സാബൽസിർലേറ്റ, പിക്രിക് ആസിഡ്, തൂജ, ട്രിറ്റിക്കം, സ്റ്റാഫിസാഗ്രിയ. സ്റ്റാഫിസാഗ്രിയ ഒക്കെ ശരിക്കും നമുക്കൊരു മൈൻഡിന്റെ ഒരു സിംറ്റം കൂടി കിട്ടുമല്ലോ. എന്തെങ്കിലും മെന്റലി അവർക്കൊരു ഇൻസൾട്ടിങ് ഫീലിംഗ് ഒക്കെ വന്നിട്ടുള്ള കേസസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഒരു കഴിഞ്ഞ ദിവസം പിന്നെ ഞാൻ എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞായിരുന്നു. എനിക്കൊരു വ്യക്തി വന്നിട്ട് ഒരു 42 വയസ്സേ ആയിട്ടുള്ളൂ.
അയാള് വൈഫിനായിട്ട് അല്പം പിണക്കത്തിലൊക്കെ ആയി. ഞാനത് പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അയാൾക്ക് അപ്പൊ അയാളുടെ വൈഫിനെന്തോ സ്കിൻ കംപ്ലൈൻസ് ഉള്ള കാരണം അയാൾക്കൊരു വൃത്തിയില്ലായ്മ പോലെ തോന്നി. അങ്ങനെ അയാൾ അതിനോട് വെറുത്തു. അങ്ങനെ വന്നിട്ട് 42 years ആയി കഴിഞ്ഞപ്പോ അയാൾക്ക് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഒരുപാട് എൻലാർജ്മെന്റ് വന്നു. പിന്നെ അത് തന്നെയല്ല PSA അയാളുടെ വന്നിട്ട് 22 ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ കൊനിയമ്മാക്ക് കൊടുത്തിരുന്നു. പിന്നെ ഈ യൂറിൻ പോവാൻ ബുദ്ധിമുട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് പോയില്ല എന്നുള്ളൊരു ഇതും കൂടി പറഞ്ഞിരുന്നു. പോകുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടും പെന്നിസിൽ നല്ല പെയിനും പറഞ്ഞുകൊണ്ടാണ് ഞാൻ സോളിഡാഗോ ടിഞ്ചറും കൊടുത്തിരുന്നത്. പിന്നെ ഒരു ഡോസ് മെഡോറിനും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. മെഡോറിനും ഇത്രയും മെഡിസിൻസ് കൊടുത്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു തൂജയും കൂടി കൊടുത്തു. തൂജ ഞാൻ കൊടുക്കാനുണ്ടായ കാരണം ഏത് ഓർഗനായാലും നമ്മളുടെ ബോഡിയിൽ നമ്മളുടെ ആ സൈസിനേക്കാളും വലുതാവണമെങ്കിൽ തൂജയ്ക്ക് നല്ലൊരു ആക്ഷൻ ഉണ്ടെന്നുള്ളത് അറിഞ്ഞത് കൊണ്ടും അതും തന്നെയല്ല വാക്സിനേഷൻസ് 3 കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം വെച്ചിട്ടാണ് ഞാൻ തൂജ കൊടുത്തത്. വണ്ടർഫുൾ റിസൾട്ട് ആണ്. 1 ഡോക്ടർ ഞാൻ കൊടുത്തേക്കണ. തൂജ 1, മെഡോറിന 1, കോനിയം 200 ആൻഡ് സോളിഡാഗോ ടിഞ്ചർ. അത് പല പ്രാവശ്യമായിട്ടാണ് കൊടുത്തത്, ഒറ്റ പ്രാവശ്യമല്ല ഞാൻ കൊടുത്തത്. അങ്ങനെ കൊടുത്തിട്ട് അയാൾക്ക് നല്ല റിസൾട്ട് ഉണ്ട്. അയാൾ പോയിട്ട് പിന്നെ അലോപ്പതി ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് അവർ സർജറി ചെയ്യണം എന്നൊക്കെ പറഞ്ഞതാണ്. 42 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഇപ്പോഴേ തന്നെ അത് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ആ കേസ് എടുത്ത് വന്നപ്പോഴാണ് അയാൾക്ക് മാനസികമായിട്ടും വൈഫിനായിട്ട് അടുക്കാൻ പറ്റാത്തൊരു ഇതിലായിരുന്നു അയാള്. എന്നാ വൈഫൊട്ട് ഇൻട്രസ്റ്റ് ഉള്ളതുമാണ് അതില്. ഇയാൾക്ക് പറ്റുന്നില്ല, ഇയാൾക്ക് വൃത്തികേട് തോന്നുന്ന കാരണം ഇയാൾ അതിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്തത്. അപ്പൊ അവിടെ ഒരു സെക്ഷൽ സപ്രഷൻ എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ വെച്ചിട്ടാണ് കോനിയമ്മാക്ക് കൊടുത്തത്. എന്തായാലും വണ്ടർഫുൾ റിസൾട്ട്. അയാൾക്ക് ഭയങ്കര ഒരു ആശ്വാസമായി, ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് പിന്നെ വന്ന് മറുപടി പറഞ്ഞത്. ആ ഒരു കേസ് ഞാൻ ഇവിടെ നിന്ന് ഷെയർ ചെയ്തതാണ്. ഓക്കെ, താങ്ക് യു. നന്ദി ഡോക്ടറെ. അതുപോലെ ഡോക്ടർ ശോഭന ഡോക്ടർ ചാറ്റ് ഭദ്രൻ ബോക്സിൽ. ഡോക്ടർ വന്നിട്ടുണ്ട്. ഭദ്രൻ ഡോക്ടർ കുറച്ച് ആളുകൾക്ക് കാണാതിരുന്നിട്ട് ഇന്ന് കയറിയിട്ടുണ്ട്. ആ ഇന്ന് കുറച്ചുപേര് കയറിയിട്ടുണ്ട്. ഭദ്രൻ ഡോക്ടർ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും ഡോക്ടർ. കുറച്ചു കാലമായല്ലോ. ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ച മെഡിസിൻസ് എല്ലാം നേരത്തെ പ്രതിപാദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിൽ കൂടുതൽ വേറെ ഒന്നും അഡീഷൻസ് ചെയ്യാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയല്ല ഡോക്ടറെ, നമ്മളിപ്പോഴ് ഒരാള് ഒരു 5 പേര് കോണിയം പറഞ്ഞു തീർന്നാൽ അതങ്ങ് ഉറയ്ക്കും. 10 പേര് സബാൽ സെർലേറ്റ പറഞ്ഞു തീർന്നാൽ നമ്മൾ അതങ്ങ് ഉറയ്ക്കും. അവരുടെ എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മളത് ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞ് കളഞ്ഞു കളയുക. എല്ലാവരും അവരവരുടെ എക്സ്പീരിയൻസ് പറയുമ്പോൾ ഒരു മെഡിസിൻ തന്നെ 10 പേര് പറഞ്ഞു തരുമ്പോൾ പിന്നെ അത് ഉറച്ചു കഴിഞ്ഞു, നമ്മുടെ മനസ്സിലൊക്കെ ഉറച്ചു കഴിഞ്ഞു. അതിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പം അതുകൊണ്ട് പിന്നെ പറയുന്ന ഡോക്ടറൊക്കെ അനുഭവങ്ങൾ പറയുന്നത് നന്നായിരിക്കും. സോൾഡാഗോ ടിഞ്ചർ എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് കണ്ടിട്ടുള്ള ഒരു മെഡിസിനാണ്. അതുപോലെ സ്റ്റാഫ്സിലാഗ്രിയ, പൊട്ടൻസീസ്, ലൈക്കോപ്പൊഡിയം, സാബൽ സെർലേറ്റ, ഇതൊക്കെ നല്ല ആക്ഷൻ കിട്ടിയിട്ടുള്ള മെഡിസിൻസ് ആണ്. ഇതെല്ലാം നേരത്തെ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് ഞാൻ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ സോളിഡ് ആകും. ഇനിയിപ്പോ ഈ സാധാരണ ഈ സ്റ്റഡീസ് നടത്തുമ്പോൾ, റിസർച്ച് സ്റ്റഡീസ് നടത്തുമ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഒരേ മെഡിസിന് തന്നെ 50 പേര് ഇപ്പോൾ ഉപയോഗിച്ചു, അല്ലെ 100 പേര് ഉപയോഗിച്ചു. 100 പേർക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആയിരുന്നു കണ്ടു തീരുമ്പോൾ അത് നമ്മൾ അതിൻ്റെ വെരിഫൈഡ് ആയി, കുറച്ചുകൂടെ വെരിഫൈഡ് ആയി. അപ്പൊ പിന്നെ കൂടുതൽ ആൾക്കാർ അത് ഉപയോഗിക്കും. ഇപ്പൊ സബാൽ സെർലേറ്റർ മാത്രമായിരിക്കും ആദ്യകാലങ്ങൾക്ക് എവിടെ കേട്ട് തീർന്നാലും എന്ത് കൊടുത്തു എന്ന് വെച്ചാൽ സബാൽ സെർലേറ്റർ കൊടുത്തു. ഇപ്പോഴും തന്നെ എത്ര ഡോക്ടേഴ്സ് എന്താ അഭിപ്രായമൊക്കെ പറഞ്ഞു. അപ്പൊ ഇപ്പൊ ഡോക്ടർ തന്നെ ഇപ്പൊ പറഞ്ഞു, ഇപ്പൊ 5 പേരൂടെ സോളിഡാകെ പറഞ്ഞത് നമുക്കങ്ങ് ഉറച്ചു. അതാണ്. അപ്പൊ അതുകൊണ്ട് അവരവരുടെ എക്സ്പീരിയൻസ് പറയുന്നത് വളരെ നല്ലതാണ്. കാരണം എല്ലാവരും പറഞ്ഞു ഈ മെറ്റീരിയൽ മെഡിക്കകത്ത് എല്ലാ മരുന്നുകളും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നേരത്തെ തന്നെ ലൈക്കോപോഡിയത്തിന്റെ കാര്യം നമ്മുടെ കുറുപ്പ് സാറ് പറഞ്ഞപ്പോ നമ്മള് ലൈക്കോപ്പൊടിയും ഉണ്ട്, പക്ഷെ എന്നിരുന്നാൽ തന്നെ ലൈക്കോപ്പൊഡിയത്തിന് ഇങ്ങനെ ഒരു കണ്ടീഷൻ, അല്ലെ പിന്നെ അനാക്കാഡിയത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അനാക്കാഡിയൊന്നും നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ല. അപ്പൊ അത് ഓരോരുത്തരുടെ എക്സ്പീരിയൻസും പറയുന്നത് നല്ലതാണ്. നമസ്കാരം, ഡോക്ടർ അനിൽകുമാർ. ഡോക്ടറെ ആദ്യം അറിയാമോ ഡോക്ടർ PSAയുടെ കാര്യമാണ് ചോദിച്ചത്, ആരും പറഞ്ഞു കണ്ടില്ല. അതില് ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ മലാൻഡിനം.
അതുപോലെ വിസ്കമാൽബ് 30 പൊട്ടൻസി. വിസ്കമാൽബ് പൊട്ടൻസി 200 അല്ലേ? മലയാളം 30 കൊടുത്തിട്ട് 200, പിന്നെ റേസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും PSA കുറയുന്നതുകൊണ്ട് ക്യാൻസർ സ്പ്രെഡിങ് അറസ്റ്റ് ആവും. ക്യാൻസർ സ്പ്രെഡിങ് അറസ്റ്റ് ആവാൻ ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ ആണ് മലയാളം. പിന്നെ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് വേറൊരു മെഡിസിൻ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഹൈഡ്രാസിസ്, ടിഞ്ചർ. ഹൈഡ്രാഞ്ചി എഫക്റ്റീവ് ആണ്. സബാൽസെർലേക്കാളും എഫക്റ്റീവ് സ്ക്രോഫുലേറിയ നൊഡോസയാണ് ടിഞ്ചർ. അത് പൊട്ടൻസിയും കൊടുക്കാറുണ്ട്, എഫക്റ്റീവ് ആണ്. അതുപോലെയാണ് തൂജ വളരെ വളരെ എഫക്റ്റീവ് ആണ് തൂജ. പിന്നെ ഇതിൽ പറയാത്ത ഒരു മെഡിസിൻ എന്ന് പറഞ്ഞാൽ ബരേറ്റ കാർബ് 10M. ബരേറ്റ കാർബ് 10M ഒക്കേഷൻ ഡോസ് കൊടുക്കുമ്പോൾ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് കുറയുന്നുണ്ട്. ഇത് ഇത്രയാണ് ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് മെഡിസിൻസ്. അതായത് ഈ ക്യാൻസർ വന്ന് PSA ഭയങ്കരമായിട്ട് റേസ് ചെയ്ത് പോകും. PSA അറസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവുന്നതായിട്ട് കാണുന്നില്ല. താങ്ക് യു. വിസ്കാൽബ എങ്ങനെ കൊടുക്കുന്നെന്ന് പറഞ്ഞ്? വിസ്കമാൽബം 30 പൊട്ടൻസി. മെലാൻഡ്രിന് ഏത് പൊട്ടൻസിയാണ്? 30 to 200 1M 10M 50M ഒക്കെ കൊടുക്കാം. അതായത് ആദ്യം 30 റിപ്പീറ്റഡായിട്ട് കൊടുക്കാം, പിന്നീട് റൈസ് ടു 200 പൊട്ടൻസി. ഓരോ പ്രാവശ്യം റൈസ് ചെയ്ത് പോകുന്നതിന്റെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. മലയാളത്തിന് പ്രോപ്പർട്ടി ഉണ്ട്, ഏത് ക്യാൻസറും അറസ്റ്റ് ആവും. നിങ്ങളൊരു പ്രോപ്പർട്ടി ഉണ്ട്, പല കേസുകളിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. റിപ്പീറ്റഡായി കൊടുത്തിട്ട് 7-8 കൊല്ലം കോളം ക്യാൻസർ ഒക്കെ 8 കൊല്ലമായിട്ട് ജീവിച്ചിരിക്കുന്നവരുണ്ട്. വരുന്ന സ്റ്റേജ് അനുസരിച്ചിരിക്കും. മിക്കവാറും ഒക്കെ കുളമായിട്ട് വന്നതിന് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ തുടക്കത്തിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കീമോ കഴിഞ്ഞ് ആ ഒരു ഇന്റർവെൽ പീരീഡ് കിട്ടിയാലും നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റും. ചില ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻസ് ഒക്കെ പിന്നെ റിമൂവ് ചെയ്തതിന് ശേഷം വിത്തൗട്ട് കീമോയും ഹോമിയോ മെഡിസിൻ എടുക്കുന്നവരുണ്ട്. 3, 4, 5 കൊല്ലം കഴിഞ്ഞിട്ട് യാതൊരുവിധ റിക്കറൻസും ഇല്ല. കാരണം അവര് സാധാരണ ഇതിൽ RCC ചെയ്യുന്നത് എല്ലാ 3 മാസം ആദ്യം ചെക്കപ്പ് നടത്തും, പിന്നെ 6 മാസം ആക്കും, പിന്നെ 1 കൊല്ലം ആവും. ഇപ്പൊ എനിക്കൊരു കേസ് കിട്ടിയത് 17 കൊല്ലം ചെക്കപ്പ് കഴിഞ്ഞിട്ട് തിരിച്ച് ലങ് ക്യാൻസർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 17 കൊല്ലം. ഇപ്പൊ എന്റെ ട്രീറ്റ്മെന്റിലാണ്. പക്ഷെ അന്ന് ഞാൻ പ്രാക്ടീസിങ് ആയിരുന്നു. അന്ന് പറഞ്ഞപ്പോൾ അവർ കേട്ടില്ല. ഇപ്പൊ അവർ പറഞ്ഞു അവർക്ക് കീമോ വേണ്ടാന്ന് പറഞ്ഞപ്പോ എന്റെ ട്രീറ്റ്മെന്റിലാണ്. അപ്പൊ ഓരോ വ്യക്തികളിലും അത് വ്യത്യസ്തമായിരിക്കും. മിക്കവാറും ആദ്യത്തെ ഒരു കീമോ എടുക്കുമ്പോൾ സൈഡ് എഫക്ട്സ് ഒന്നും കാണത്തില്ല. അത് കഴിഞ്ഞ് അങ്ങോട്ട് എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് സൈഡ് എഫക്ട്സ് ഫ്ലെയർ ചെയ്ത് വരും. വന്നു കഴിഞ്ഞിട്ട് മിക്ക കേസിലും കോംപ്ലിക്കേഷൻ ആയിട്ട് പേഷ്യന്റ് കൊളാപ്സ് ആവുന്നതാണ് കാണുന്നത്. ഇത് എല്ലാ 3 മന്ത്സിലും ഇത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ മെഡിസിൻസ് കൊടുക്കുമ്പോൾ കാണുന്ന ഒരു പ്രത്യേകത, ക്യാൻസർ സെൽസ് അറസ്റ്റ് ആവും. അപ്പൊ അതാണ് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ്. താങ്ക് യു വെരി മച്ച്. ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് സാറേ, പറഞ്ഞോളൂ. ഈ വിസ്കമാൽബം എന്തിനാ ഉദ്ദേശിക്കുന്നത്? PSAക്കാണോ? PSAക്കാണ്. വിസ്കാൽബത്തിന് അങ്ങനെ പ്രോപ്പർട്ടി നേരത്തെ ഡോക്ടർ സജി ഇത് റിപ്പോർട്ട് ചെയ്യുന്നു. ഡോക്ടർ സജി ആ വിസ്കാൽബം ഉപയോഗിച്ച് നോക്കിയപ്പോഴുള്ള അനുഭവമാണ് ഞാൻ പറയുന്നത്. അത് അറസ്റ്റ് ആവുന്നുണ്ട് പെട്ടെന്ന്. അതുപോലെ ഈ ബോൺ മെറ്റാസ്റ്റാസിസ് ആയി കഴിഞ്ഞാല് അങ്ങനെ കേസ് ചെയ്തിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്. ബോൺ മെറ്റ്സിന് കിട്ടിയിട്ടുണ്ട്. ബോൺ മെറ്റ്സ് ഒക്കെ മലാൻഡ്രിനൊക്കെ കൊണ്ട് അറസ്റ്റ് ആകും. അതിന് ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ എനിക്ക് കിട്ടിയിട്ടുള്ള സിംഫൈറ്റൻ ടിഞ്ചറാണ്. സിംഫൈറ്റൻ ടിഞ്ചറും പിന്നെ ഹൈഡ്രാസിസും കൊടുക്കുമ്പോൾ മാറുന്നുണ്ട്. അതുപോലെ പിന്നെന്താണ് നമ്മുടെ ഈ മലാൻഡ്രിനാണ് മെയിൻ വരുന്നത്. ഹൈഡ്രാസിസും അതിന് റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കാറുണ്ട്. ഒരു മെഡിസിൻ മാത്രം പോരാ, റിപ്പീറ്റഡ് പല മെഡിസിൻസ് വേണ്ടി വരും. ഡിപ്പെൻഡ്സ് ഓൺ ദി സിംറ്റംസ്. അപ്പൊ ആദ്യം നമ്മൾ പാലിയേറ്റീവ് ആൻഡ് ക്യൂറേറ്റീവ് എന്നുള്ള ഒരു ആസ്പെക്ട് വേണം എടുക്കാനായിട്ട്. ചില കേസുകൾ അവർ പാലിയേഷന് വിടുന്നത് നമ്മളെ മെഡിസിൻ കൊടുത്തിട്ട്. എനിക്ക് മുമ്പ് ഒരു പേഷ്യന്റ് ബോംബെയിൽ നിന്ന് കിട്ടിയിരുന്നു. എനിക്ക് തോന്നുന്നു 2013 ആ പേഷ്യന്റ് ഒരു ദിവസം അത് കഴിഞ്ഞൊരു 3 കൊല്ലമൊക്കെ മരുന്ന് കഴിച്ചിട്ട് അവരൊക്കെ നിർത്തി. ഇപ്പൊ ഈ കൊറോണയ്ക്ക് മുമ്പ് ഒരു പ്രാവശ്യം അവരെന്നെ വിളിച്ചിരുന്നു. ഡോക്ടറെ, ഞാൻ ഇന്ന ആളാണ്, സാനി എന്നാണ് എന്റെ പേര്, ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു ഓർമ്മ ആലോചിച്ചിട്ട് പറഞ്ഞു ഞാൻ മറന്നുപോയി. അപ്പൊ അവര് വിളിച്ചു പറഞ്ഞത് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞു. ആ പേഷ്യന്റ് ഇപ്പോഴും ബോംബെയിൽ ജീവിച്ചിരിപ്പുണ്ട്. 13 കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര 2013, 10, 23, 11 കൊല്ലം കഴിഞ്ഞു, സ്റ്റിൽ ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ എല്ലാ കേസിലും സംഭവ്യമെന്ന് പറയാൻ പറ്റത്തില്ല. ആയുസ് എന്ന് പറഞ്ഞാൽ നമ്മളല്ലോ തീരുമാനിക്കുന്നത്. വരുന്ന കേസിന്റെ കോംപ്ലിക്കേഷൻസും മെറ്റാസ്റ്റാസിസ് വന്ന് എത്രത്തോളം കോംപ്ലിക്കേഷൻ ആയിട്ടുണ്ടോ അത് റിവ്യൂ ചെയ്തിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. മിക്കവാറും ഉള്ളവരൊക്കെ ക്യാൻസർ എന്ന് കേൾക്കുമ്പോഴേ ഭയന്നു പോകും. ആ ഭയന്നാണ് ഒരു പ്രശ്നത്തിലോട്ട് പോകുന്നത്. അപ്പൊ ഈ PSAയുടെ കേസിലും അതാണ് പ്രശ്നം. മിക്കവാറും
പിന്നെ ഹിക്ലാലാവ് നല്ലതാണോ സർ? കൊടുത്തിട്ടുണ്ടോ? ആ ബോൺ ക്യാൻസർ ക്രെക്ലാലാവേ നല്ലതാണ്. അത് ഏത് പൊട്ടൻസി ആയിരിക്കും? ക്രെക്ലാലാവ നമ്മളെ ഹ്യൂബർട്ട് കഴിച്ചുകൊണ്ടിരുന്ന മെഡിസിൻ ആണ്. ആ. ഹ്യൂബർട്ടിന്റെ മാൻഡിബിളിലായിരുന്നു പ്രശ്നം. അത് ഏതാ പൊട്ടൻസി അപ്പൊ? 3x ആണ് കൊടുത്തത്, 3x. ഞാൻ ആദ്യമായിട്ട് അറിയാണ് ഇന്ന മരുന്ന് തന്നെന്ന്. അല്ല, അതന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നല്ലോ, ഹ്യൂബർട്ട് മറന്നുപോയതാണ്. പറഞ്ഞില്ല. അത് കഴിക്കാൻ പറഞ്ഞിങ്ങനെ. ശരിയാണ്. ഹ്യൂബർട്ട് ഞാൻ ഹെക്ലാലാവ് കഴിക്കാൻ പറഞ്ഞു. ഞാൻ കഴിക്കാതെ ഞാൻ തരുന്ന മരുന്നാണ് പേര് ഇപ്പോഴും പറയാം. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഹ്യൂബർട്ട് ഉള്ളതും പറയൂല, അല്ലാതെ പറയാം. ഹ്യൂബർട്ട് വന്നത് ഹ്യൂബർട്ടിന്റെ ഫേസ് മാറാൻ അവര് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റണമെന്ന് പറഞ്ഞ കേസാണ്. അപ്പൊ എന്തായാലും എനിക്ക് സഹായിക്കാൻ പറ്റി. പക്ഷെ ഹ്യൂബർട്ടിന് ഇപ്പൊ ഇതുവരെ ഹ്യൂബർട്ടിന് എത്ര കൊല്ലായി? 6 കൊല്ലായി. കുഴപ്പമൊന്നുമില്ല. 6 കൊല്ലമായിട്ട് പ്രശ്നമൊന്നുമില്ല. കൊറോണയ്ക്ക് മുമ്പാണ് നമ്മൾ തുടങ്ങിയല്ലേ? 2018 അപ്പൊ 6 കൂടുതലായി. 18 മുമ്പായിരുന്നു. 6 കൊല്ലായി. എന്തായിരുന്നു ഡയഗ്നോസിസ് ഹ്യൂബർട്ട് എന്ന് പറഞ്ഞു? ക്ലിയർ സെൽ ഓഡന്റോജനിക് കാർസിനോമ. പക്ഷെ പേഷ്യൻസ് ഒന്നും വെയിറ്റ് ചെയ്യത്തില്ല. ഹ്യൂബർട്ട് വെയിറ്റ് ചെയ്തു. ഹ്യൂബർട്ട് രണ്ടും കൽപ്പിച്ച് വെയിറ്റ്. പേഷ്യൻസ് ഒക്കെ അതിനു മുമ്പ് തന്നെ പോയി കഴിയും. അവരെല്ലാം കഴിഞ്ഞിട്ട് കുളമായിട്ട് വരും. നമുക്കപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല, നോക്കിക്കൊണ്ട് നിൽക്കാനേ പറ്റുള്ളൂ. ചില ഫെയിലിയേഴ്സിൽ ചീത്തയും പറഞ്ഞിട്ട് പോയിട്ടുണ്ട്, എന്തോന്ന് ഹോമിയോപ്പതി എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. കാരണം അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ആ അവസ്ഥയിലാണ് വരുന്നത്. അതേ സമയത്ത് കൃത്യമായിട്ട് നിൽക്കുന്ന ഒരു പ്രശ്നമൊന്നുമില്ല. ഒരു 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 നമ്പൂതിരി വന്നു, കോളൻ ക്യാൻസർ ആയിരുന്നു. അവര് അത് കഴിഞ്ഞിട്ട് കീമോയും റേഡിയേഷൻ മാത്രമേ ഉള്ളൂ. സർജറി പറയുമ്പോൾ സർജറി വേണ്ടാന്ന് ഹോമിയോപ്പതിയിൽ വന്നു. കിളിമാനിൽ നിന്ന് വന്നാണ്. ഇപ്പൊ 3 കൊല്ലം കഴിഞ്ഞു, ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് പോകുന്നു. എല്ലാ കേസിലും സംഭവിക്കണമെന്നില്ല. അപ്പൊ അത് നമ്മളിപ്പോ പ്രോസ്റ്റേറ്റിലാണ് തുടങ്ങിയ സബ്ജക്ട് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നു. ശരിക്കും ഡോക്ടർ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ വളരെയധികം സന്തോഷം. ഇനി നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ മധുസൂദനൻ ഡോക്ടർ പറയുമ്പോൾ ക്യാൻസറും ചികിത്സിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇത് സ്കോപ്പ് ഭയങ്കരമാണ്. നമുക്ക് ധാരാളം മെഡിസിൻസ് ഉണ്ട്. മറ്റേ ഇതിനുള്ള ഏറ്റവും വലിയ മെച്ചം എന്ന് പറഞ്ഞാൽ സൈഡ് എഫക്ട്സ് ഇല്ല എന്ന് തന്നെ പറയാം. അവര് പറയും ഇത് വിഷമാണ് കൊടുക്കണത്. പക്ഷെ അതിനേക്കാളും വലിയ വിഷം കൊടുക്കുമ്പോഴാണ് 2 ഇഞ്ചക്ഷനൊക്കെ ആകുമ്പോൾ തന്നെ പേഷ്യന്റ് കൊളാപ്സ് ആവുന്നത്. അപ്പൊ അവര് കൊടുക്കുന്നതിന് കുഴപ്പമില്ല, കാരണം അതെല്ലാം പഠനം നടത്തിയെന്ന് അവർ അവകാശപ്പെടുന്നു. നമ്മൾ അതിനേക്കാളും വലിയ പഠനം നടത്തിയാണ് ഹോമിയോപ്പതി മെഡിസിൻസ്. ഓരോ മെഡിസിൻസും പ്രൂവ് ചെയ്താണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ അത് അംഗീകരിക്കാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പം കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. കുറെ ഡോക്ടർമാർക്കൊക്കെ അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു, മാറ്റങ്ങളുണ്ട്. അത് നമ്മുടെ വർക്കിന്റെ ഫലമായിരിക്കാം. താങ്ക് യു വെരി മച്ച്. ഡോക്ടറെ 3x ട്രൈച്ചുറേഷൻ ആയിരുന്നോ കൊടുത്തത്? ഏത് 3x? ഹെക്ലാലാവ ടാബ്ലറ്റ് ആയിട്ടാണ് കൊടുത്തത്. ടാബ്ലറ്റ് അത് ട്രൈച്ചുറേഷൻ അല്ലായിരുന്നോ? ട്രൈച്ചുറേഷൻ ടാബ്ലറ്റ് കിട്ടും. ടാബ്ലറ്റ് അറിയാം. ഈ 3x അതൊക്കെ വെറുതെ നമ്മളെ ഈ ഹെക്ലാലാവ 3x ഉപ്പൂറ്റി വേദനയ്ക്ക് കൊടുത്തു നോക്കിയേ, എങ്ങനെയുണ്ടെന്ന് അറിയാലോ. എന്റെ മോനെ പല്ലിന് വേദനയായിരുന്നു ഭയങ്കരമായിട്ട്. അപ്പൊ റൂട്ട് കനാൽ ചെയ്യണമെന്ന് പല്ലിന് വേദനയ്ക്ക് ഞാൻ ഹെക്ലാലാവ കൊടുത്ത് അത് മാറി. കാൽക്കരിയ സൾഫോഡ് കൊടുത്ത്. ഡോക്ടറെ അത് മാറിക്കഴിഞ്ഞിട്ട് ഇത് അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ മാത്രമേ അങ്ങനെ വരൂ, അല്ലാതെ ആഴ്സൈഡ് 3x നമുക്ക് ഉപയോഗിക്കാം. ഗിലൻ ക്യാൻസറിൽ ഉപയോഗിക്കാറില്ലേ ആഴ്സൈഡ് 3x? ഞാൻ ആഴ്സൈഡ് 3x അങ്ങനെ പ്രശ്നം ആഴ്സൈഡ് 0 മാത്രമേ ഉപയോഗിക്കും. മിനിമം ഡോസിൽ കൊടുക്കും, അപ്പൊ വർക്ക് ചെയ്യുമല്ലോ. പിന്നെ കാൽക്കേനിയസ് പറഞ്ഞ ഡോക്ടർ പിന്നെ ഹെക്ലാലാവ 3x ഉപയോഗിച്ച് നോക്കി, റിസൾട്ട് അറിയാലോ. ഡോക്ടർ എപ്പിഹിസ്റ്റീരിയൻ ടീഞ്ചർ ബ്ലീഡിങ്ങിന് ഡോക്ടർ പറഞ്ഞത് ടീഞ്ചർ ആയിരുന്നു, പൊട്ടൻസി ആയിരുന്നോ? ഞാൻ പൊട്ടൻസിയാണ് കൊടുക്കുന്നത്, 30. 30 അല്ലേ? ഡോക്ടർ കൊടുത്തു നോക്കിയോ? ഇല്ല, കൊടുത്ത് നോക്കിയില്ല. എനിക്ക് 200 കിട്ടിയത്. എന്റെ കൈ വെച്ചപ്പോൾ ഞാൻ ഒരു പൊട്ടൻസി കളക്ട് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് ഞാൻ അതിന്റെ എല്ലാ പൊട്ടൻസിയും കളക്ട് ചെയ്യും. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ മധുസൂദനൻ ഡോക്ടർ അരേനിയ ഇക്സിലോഗ എന്നൊരു മെഡിസിൻ പറഞ്ഞു. അരേനിയ ഞാൻ ആദ്യമായിട്ട് കേൾക്കാം. അതായത് അരേനിയ ഇക്സിലോഗ ഡോക്ടർ കേട്ടിട്ടുണ്ടോ? ഇല്ല, ഞാനും കേട്ടിട്ടില്ല. ഞാൻ തപ്പി കാറ്റലോഗിൽ പോയപ്പോ അങ്ങനെ ഒരു മെഡിസിൻ ഉണ്ട്. അപ്പൊ അതിന് ചെയ്യുന്ന വെച്ചാൽ ആദ്യം 12, 30, 200 ഇത്രയും മെഡിസിൻസ് ഡയറക്റ്റ് ഇനി വരുത്തും.
അതിൽ ഒരെണ്ണം മെഡിക്കേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കും, ബാക്കിയുള്ള ആവശ്യത്തിന് ഉപയോഗിക്കും. അപ്പൊ ഇങ്ങനെ വാങ്ങിച്ച് കുറെ മാത്രം മെഡിസിൻസ് വെറുതെ ഇരിപ്പുണ്ട്. ചിലപ്പോൾ വല്ലപ്പോഴൊക്കെ ആവശ്യം വരും. ഇപ്പൊ എന്താ പറയാ, ഉദാഹരണത്തിന് ലാക് ഹുമാനം, ഡോക്ടർ കേട്ടിട്ടുണ്ടോ? ലാക് ഹുമാനം. ഇല്ല. അത് ഇതുപോലെ ഏതോ ഒരു സെമിനാറിൽ ആരോ പറഞ്ഞു. അല്ല, ഞാനത് റെഫർ ചെയ്തെടുത്താണ് ഏതോ ഒരു ബുക്ക് ചെയ്ത്. അത് അവസാനം ഇവിടെ ഒറ്റ മെഡിക്കൽ സ്റ്റോറിലും ലഭ്യമല്ല. ലാക് ഹുമാനം. സ്പെല്ലിംഗ് അത് ഈ കുട്ടി LACHUMANU ഹ്യൂമൻ മിൽക്ക്, ലാക് ഡിഫ്ലോറേറ്റം, ലാക് ഫെലിനം, ലാക് ഹ്യൂമാനം. ഈ കുട്ടികൾ ഭയങ്കര എന്താ പറയാ ബഹളം ഉണ്ടാക്കുന്ന കുട്ടികൾക്ക് ആണ് അത് പറഞ്ഞത്. അത് ഹൈപ്പർ ആക്റ്റീവ് ചിൽഡ്രൻ. അതിന് ഞാൻ കൊടുത്തു നോക്കിയപ്പോൾ എഫക്റ്റീവ് ആണ്. അത് 30-200 ഒണ്ണം കളക്ട് ചെയ്ത് ഒണ്ണം മെഡിക്കേറ്റ് ചെയ്ത് മിനിമം ഡോസിൽ കൊടുത്തു, മറ്റുള്ളത് പിൽസി കൊടുത്തപ്പോൾ റിസൾട്ട് ഉണ്ട്. 30-200 ഉണ്ട്, കൊടുത്തപ്പോൾ ഉണ്ട്. പക്ഷെ എല്ലാ വരുന്ന കേസുകളിൽ അത് ഫലപ്രദമായിരിക്കണമെന്നില്ല. പക്ഷെ ആ പർട്ടിക്കുലർ കേസിൽ എഫക്ട് കിട്ടി. അപ്പൊ റെയറും പ്രൂവ് ചെയ്തിട്ടുള്ള റിസൾട്ട് ഉണ്ട്, പറയാൻ പറ്റില്ല. ഓരോന്ന് പോലിരിക്കും. ഹ്യൂമാനും മദേഴ്സ് മിൽക്കാണ്. മദേഴ്സ് മിൽക്ക്. അത് ഹ്യൂമൻ മിൽക്ക് എന്ന് പറഞ്ഞാൽ മദേഴ്സ് മിൽക്ക് മുലപ്പാലാണ്. പിന്നെ ഡോക്ടറെ, ഹ്യൂമൻ മിൽക്ക് എന്ന് പറയുന്നത് മദറല്ലേ ഉണ്ടാക്കുള്ളൂ, പുരുഷൻ ഉണ്ടാക്കത്തില്ലല്ലോ. ഹ്യൂമൻ മിൽക്ക് എന്നാ ഞാൻ പറഞ്ഞത്. മദേഴ്സ് മിൽക്ക് കറക്റ്റ്. മുലപ്പാൽ അറിയാലോ, അതിൽ നിന്ന് എടുക്കുന്ന മെഡിസിൻ ആണ്. അതെ, ചാറ്റ് ബോക്സിൽ കൂടുതൽ 3X വളരെ ഇഫക്റ്റീവാ. 3X ട്രച്ചുറേഷൻ പൗഡർ. അതെ, എൻഡോമെട്രിയൽ കാർസിനോമ മെഡിസിൻ ചോദിച്ചിട്ടുണ്ട് അല്ലേ? മെഡിസിൻ ചോദിച്ചേക്കുന്നു. അത് നമ്മൾ പല ആംഗിളിലാണ് എൻഡോമെട്രിയൽ കാർസിനോമയ്ക്കും ട്രീറ്റ്മെന്റിന് പോകുന്നത്. അതായത് ഒന്ന്, അതിന് രമചേച്ചിക്ക് എപ്പോഴും പറയാനുള്ള ഒരു മെഡിസിനാണ് തിയോസിനാമിനം. പിന്നെ നമുക്ക് അതിനുള്ള ഒരു മെഡിസിൻ മെൽക്കം സെയിൽ 30 പൊട്ടൻസി എഫക്റ്റീവ് ആണ്. എൻഡോമെട്രിയോസിസിനുള്ള സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമാണ്. അപ്പൊ അതില് നമ്മൾ ക്യാൻസർ കേസിൽ പാലിയേറ്റീവ്, ക്യൂറേറ്റീവ്, ബാക്കി പതോളജി എല്ലാം കൂടെ നോക്കിയിട്ടായിരിക്കും കവർ ചെയ്ത് മെഡിസിൻ. മിക്കവാറും ഒക്കെ സിംഗിൾ മെഡിസിൻസ് ആയിരിക്കും. അതേസമയം കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻസ് വർക്ക് ചെയ്യുകയും ചെയ്യും. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ പാലിയേറ്റ് ചെയ്ത് ക്യൂറേറ്റ് ചെയ്താണ് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ കേസും ക്യൂർ ആവുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരു ബ്രെയിൻ ട്യൂമർ, ഗ്ലയോമ കേസ് ഒരു 9 കൊല്ലത്തോളമായി ജീവിച്ചിരിക്കുന്ന ഒരു പേഷ്യന്റ് ഉണ്ട്, എറണാകുളത്തിനുണ്ട്. മുമ്പ് ഒരു സെമിനാറിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അത് ആ കുട്ടി ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല, പിന്നെ സർജറി ഒന്നും ചെയ്തില്ല. ആസ്തലുള്ള പേഷ്യന്റ് ആണ്. അപ്പൊ അത് ഡിപ്പെൻസ്, ഓരോ പേഷ്യൻസിനനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. വളരെ എഫക്റ്റീവ് ആണ്. ഇപ്പൊ PSA ലെവലിലാണ് ഇപ്പൊ നമ്മൾ സംസാരിച്ചു തുടങ്ങിയത്. അപ്പൊ അതിനും ഈ സംഭവം കൊടുത്തു കഴിഞ്ഞാൽ എഫക്റ്റീവ് ആണ്. അപ്പൊ അതിന് അലോപ്പതി ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓർക്കിഡക്ടമി ചെയ്യും. എന്നിട്ട് അവർ കൊടുക്കുന്ന BCG വാക്സിൻ ആണ്. BCG വാക്സിൻ ഇങ്ങനെ എടുത്തോണ്ടിരിക്കും. RCC എന്നൊരു പേഷ്യന്റ് കിട്ടിയത് എല്ലാം ഒരു 6 മാസം കൂടുമ്പോൾ ഓരോ BCG വാക്സിൻ എടുക്കും. എടുത്ത് ഇങ്ങനെ പോകും. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ പാരലി നമ്മളെ മെഡിസിൻ കൊടുത്താലും അറസ്റ്റ് ആവും. അപ്പൊ ഇതുവരെ കിട്ടിയ എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞതാണ്. താങ്ക് യു വെരി മച്ച്. നന്ദി അനുകുമാർ ഡോക്ടർ. ശോഭന ഡോക്ടർ എന്തെങ്കിലും പറയാനുണ്ടോ? ശോഭന ഡോക്ടർ. ഞാൻ പറഞ്ഞിരുന്നത് ട്രിറ്റിക്കും പിന്നെ യൂറിനിലെ പസും ഒക്കെ ഉള്ള പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റിന് നൈട്രസ് റിഫ് നല്ലതാണ്. ട്രിറ്റിക്കൻ ടിഞ്ചർ നല്ലതാണ്. പിന്നെ കൽക്കേരിയ ഫ്ലോർ 10 നല്ല റിസൾട്ട് ഉണ്ട്. നന്ദി ഡോക്ടറെ. ഇതില് അനുകുമാർ ഡോക്ടറോടായിരിക്കും ഗ്ലയോമയെ കുറിച്ചൊരു ചാറ്റ് വന്നിട്ടുണ്ട്. ഗ്ലയോമയ്ക്ക് മെഡിസിൻ ഏതാണ്? ഗ്ലയോമയ്ക്ക് മെഡിസിൻ ഒന്ന് എന്താ പറയാ, തൂജ. പിന്നെ ഈ മലാൻഡ്രിനും പല മെഡിസിൻസ് ഡിപ്പെൻസ് ഓൺ ദി സിംറ്റംസ് മെഡിസിൻസ് ഒക്കെ മാറി വന്നു. അവരിപ്പോഴും മെഡിസിൻസ് നിർത്താൻ പറഞ്ഞിട്ടും കഴിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് കുട്ടി രക്ഷപ്പെട്ട് കിട്ടി. അപ്പം
അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഫാമിലി ഗെറ്റ് ടുഗദർ കൊച്ചിയിൽ നടന്നപ്പോ ആ കുട്ടി അവിടെ കൊണ്ടുവന്നിരുന്നു. അപ്പൊ ഞാൻ അന്ന് മസൂനെ പഠിക്കുന്ന ഡോക്ടറുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ഗ്ലയോമ എന്ന് പറഞ്ഞൊരു മെഡിസിൻ അല്ല. അപ്പൊ അത് ഡിപ്പെൻഡ്സ് ഓൺ ദി ട്യൂമറിന്റെ സ്പ്രെഡിങ്. അവര് റിമൂവ് ചെയ്തിട്ടാണ് വന്നത്. അപ്പൊ വീണ്ടും അത് ഗ്രോത്ത് വരുമെന്നുള്ള വന്നു കഴിഞ്ഞിട്ട് ടെസ്റ്റ് ഇപ്പം പല പ്രാവശ്യം 1 ഇയറിലൊരിക്കൽ സ്കാൻ ചെയ്ത് നോക്കിയത് അവിടെ വെച്ചങ്ങ് അറസ്റ്റ് ആയിട്ടുണ്ട്. ഒരു മെഡിസിൻ നാട്രമൂർ കൊടുത്തിരുന്നത്. നാട്രമൂറിലാണ് അത് കൺട്രോൾ ആയ ബയോകെമിക്കൽ നാട്രമൂർ 6X. കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ വന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു കൽക്കേരിയ കാർബ് ലുക്ക് ഉണ്ടായിരുന്നു. കൽക്കേരിയ കാർബ് ഇടയ്ക്കിടയ്ക്ക് ഒക്കേഷൻ ഡോസ് കൊടുത്തിട്ടുണ്ട്. പേഷ്യന്റിന്റെ ആ ഒരു പിക്ചർ അനുസരിച്ച് മെഡിസിൻസിന് വ്യത്യാസം വരാം. പിന്നെ ഞാൻ പൊതുവെ ഈ കാഴ്സിനോമ കേസസിലൊന്നും തന്നെ കാഴ്സിനോസിന് ഉപയോഗിക്കാറില്ല. കാരണം എനിക്ക് 1-2 കേസുകളിൽ നെഗറ്റീവ് അനുഭവം വന്നു. പിന്നെ ഞാൻ പല ബുക്ക് റെഫർ ചെയ്തപ്പോഴും കാഴ്സിനോമ കേസിൽ ക്യാൻസർ കൊടുത്താൽ മിക്കവാറും കേസുകൾ ഒഴിസാവുന്ന ഒരു അനുഭവമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഞാൻ സേട്ട് സാറും പലരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അവരുടെയൊക്കെ അഭിപ്രായം അത് തന്നെയാണ്. അപ്പൊ ചിലരൊക്കെ ക്യാൻസർ വരുമ്പം കാഴ്സിനോസിൻ കൊടുക്കുമ്പോഴത്തേക്കും പിറ്റേ ദിവസം പേഷ്യന്റ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. പക്ഷെ നമുക്ക് ഭയങ്കര ഇമ്പ്രൂവ്മെന്റ്, പക്ഷെ പെട്ടെന്ന് അടുത്ത കൊളാപ്സ് ആവുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് കഴിവതും ഒരു കോൺട്രാ ഇൻഡിക്കേഷൻ ആയിട്ട് കാഴ്സിനോസിൻ പറയാൻ പറ്റും. അപ്പൊ ഗ്ലയോമയില് പിന്നെ ഞാൻ ഉപയോഗിച്ച വേറൊരു മെഡിസിൻ കൽക്കേരിയ ഫ്ലോർ 3X ആണ്. എസ്പെഷ്യലി 40 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഹിസ്റ്ററി കാർസിനോമ ഉണ്ടെങ്കിൽ നമ്മള് കാർസിനോസിൻ കൊടുക്കാതിരിക്കാൻ നല്ലത്. അത് ട്രിഗർ ചെയ്യും. അതെ ട്രിഗർ ചെയ്യും. ചേച്ചി ഡോക്ടർ പറയുന്ന അഭിപ്രായം തന്നെ എനിക്കും പറയാനുള്ളത്. അത് ഇസ്മസായിട്ടൊക്കെ പറയണം എപ്പോഴും. അതെ, ഇപ്പോഴെനിക്കൊരു ക്യാൻസർ കേസ്, ലങ് ക്യാൻസർ ആയിരുന്നു. ഇവിടുത്തെ ഹോസ്പിറ്റലിൽ കിടന്ന് ഭയങ്കര വർസ്, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്ടറെ അടുത്ത് റെഫർ ചെയ്തതാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഓക്സിജൻ കൊടുക്കും, പേഷ്യന്റിനെ കൊണ്ടുവരാൻ പറ്റില്ല, ഹോസ്പിറ്റലിനകത്ത് കിടക്കണം. ICU-ലിട്ട് അവർ ഒരു കീമോ കൊടുത്തു. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഒന്നുമില്ല, പേഷ്യന്റ് ഭയങ്കരമായിട്ട് ഓക്സിജൻ ലെവൽ കുറയുന്നു. ഞാൻ വെറുതെ കൊടുത്ത ഇത്തിരി റെസ്ക്യൂ റെമഡിയും കാർബോവേജ് 200 കൊടുത്തു. ഒരു 48 hours ആകും പേഷ്യന്റ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് അവർ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയിട്ട് അവർ കീമോ വേണ്ടാൻ തീരുമാനിച്ചു. ഇപ്പൊ ഞാൻ മെഡിസിൻ കൊടുത്തോണ്ടിരിക്കുക, ലങ് ക്യാൻസർ ആണ്. അത് ഏകദേശം ഒരു 7 കൊല്ലത്തിന് മുമ്പ് ബ്രസ്റ്റ് ക്യാൻസർ വന്ന് റിമൂവ് ചെയ്ത് കീമോയും റേഡിയേഷനും ഒക്കെ കഴിഞ്ഞ പേഷ്യന്റ് മെറ്റ്സ് വന്നിരിക്കുന്നതാണ്. മെറ്റ്സ് വന്ന് സ്പ്രെഡ് ആയിരിക്കുന്നതാണ്. അപ്പൊ രമേശ് ഡോക്ടർ ഒരിക്കൽ വീട്ടിൽ വന്നപ്പോൾ നമുക്ക് റെസ്ക്യൂ റെമഡിയുടെ റിസൾട്ട് ഓർമ്മയുണ്ടല്ലോ. നമ്മുടെ ഒരു ഡോക്ടർ തന്നെ കറങ്ങി വീണപ്പോൾ നമ്മൾ റെസ്ക്യൂ റെമഡി കൊടുത്തപ്പോൾ ആൾ എണീറ്റ് വീണു. പറ്റാതെ അവസാനം കാർബോജൊക്കെ നമ്മൾ കാർബോജും ഒക്കെ ട്രൈ ചെയ്തു. അവസാനം റെസ്ക്യൂലാണ് ശാലിനിക്ക് ഒരു അന്ന് ഡോക്ടർ ഉണ്ടായിരുന്നല്ലോ വീട്ടില്, ഞാൻ ഡോക്ടർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളൊരു ഡോക്ടർ തന്നെ എണീച്ച ഒരു അനുഭവം നമുക്ക് അന്നൊരു എന്താ ഒരു പ്രാക്ടിക്കൽ ഒരു അനുഭവം കിട്ടി. ഡോക്ടർ ശാലിനിക്കായിരുന്നു അത് സംഭവിച്ചത്. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ കൊടുത്തപ്പോ പേഷ്യന്റ് ഇപ്പൊ എന്തായാലും 2 മാസമായി, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇരിപ്പുള്ളൂ. ഇപ്പൊ ഞാനെന്തായാലും ബാക്കിയുള്ള ഇതനുസരിച്ച് മെഡിസിൻ കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നോക്കട്ടെ എന്ത് സംഭവിക്കണം. അവരെന്നിട്ട് ക്ലിനിക്കിൽ വന്നിരുന്നു, അതാണല്ലോ സൈറ്റിക്കകത്ത് കിടന്ന പേഷ്യന്റാ. എന്തായാലും സമയം കഴിഞ്ഞു, മണി 10 കഴിഞ്ഞു. ഡോക്ടർ ധൃതി കൂട്ടാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം സാറേ, തൂജ ഏത് പൊട്ടൻസി എങ്ങനെയുള്ള കേസുകളിൽ കൊടുക്കുന്നത്? തൂജ ഞാൻ സാധനം ടിഞ്ചറിന് യൂസ് ചെയ്യും. ടിഞ്ചർ ഒരു നേരം 2 നേരം കൊടുക്കും. രാവിലെ ഒരു 10-15 ഡ്രോപ്സ് ഹാഫ് ഔൺസ് വാട്ടറിൽ കൊടുക്കും. അതിന്റെ കൂട്ടത്തിൽ ഡീപ്പ് ആക്റ്റീവ് മെഡിസിൻസ് കൊടുക്കും. ഇടയിൽ കൂടെ ഇന്റർകറന്റ് കൊടുക്കുമ്പോൾ കറക്റ്റായി വരുന്നത്. എന്തായാലും ദിവസവും 2-3 മെഡിസിൻസ് ഉണ്ടാവും. മെഡിസിൻസ് വലിച്ചു വാരി കൊടുക്കത്തില്ല, എല്ലാം മിക്കവാറും ഒക്കെ മിനിമം ഡോസ് ആയിരിക്കും. അതിൽ ഞാൻ പല കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻസും 0 ബാർ പൊട്ടൻസി ആയിരിക്കും ഉപയോഗിക്കുക. 0 ബാർ ഒരു 25-30ഓളം മെഡിസിൻസ് 0 ബാർ 1 to 0 ബാർ 30 ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടി കളക്ട് ചെയ്തതാണ് പല സ്ഥലത്തുനിന്നായിട്ട്. അതിലൊരു 2-3 പെല്ലറ്റ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അതാണ് നമ്മുടെ ഹോമിയോപ്പതിയിലെ ഏറ്റവും വലിയ മിറാക്കിൾ. അത് അക്വയിൽ ചെല്ലുമ്പോഴാണ് ഈ വണ്ടേഴ്സ് ഒക്കെ സംഭവിക്കുന്നത്. അത് പല കേസുകളിൽ സംഭവിച്ചിട്ടുണ്ട്. ഈവൻ ഞാൻ 0 ബാർ ഫീവറിന് വരെ കൊടുത്തു നോക്കിയിട്ടുണ്ട്, എഫക്റ്റീവാണ് സംഭവം. അപ്പൊ അത് കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു വിദ്യാർത്ഥി മാത്രമാണ്, നിങ്ങളെ പോലുള്ള ഒരു വിദ്യാർത്ഥി മാത്രമാണ്. ഞാനിത് വർക്ക് ചെയ്ത് കൊണ്ടുപോകുന്നോണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റും. മോഡേൺ മെഡിസിനെക്കാളും കൂടുതൽ ചെയ്യാൻ പറ്റും. മോഡേൺ മെഡിസിനെ കുറ്റപ്പെടുത്താനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അവരുടെ കുറെ വശങ്ങളുണ്ട്, നമ്മുടെ വശങ്ങളുണ്ട്. പക്ഷെ അവർ ചെയ്യുന്നേക്കാളും കൂടുതൽ ഹോമിയോപ്പതി കൊണ്ട് ചെയ്യാൻ പറ്റും. അതെന്റെ ഒരു അനുഭവമാണ്. അപ്പൊ ഇപ്പോഴും സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഹ്യൂബർട്ടിന്റെ കേസ് തന്നെ നമുക്കിപ്പം ഏകദേശം 6 കൊല്ലം കഴിഞ്ഞില്ലേ, നോ റിക്കറൻസ്. അപ്പൊ അത് നമുക്കൊരു ലൈവ് എക്സാമ്പിൾ ആണ്. ഇപ്പൊ മരിച്ചുപോയവരും ഉണ്ട് കേട്ടോ. എല്ലാവരും ഒന്നും രക്ഷപ്പെടുന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം വരുന്ന സിറ്റുവേഷൻ ചിലപ്പോൾ ഡെൻസ് ആയിരിക്കും.
ഓക്കെ ഡോക്ടറെ, സമയമായി. താങ്ക് യു. നന്ദി ഡോക്ടറെ. അങ്ങനെ ഇന്ന് നമ്മളുടെ ഈ ചർച്ച ഇപ്പോഴും തീരാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ നിർത്തുന്നത്. സമയം ഇതുകൊണ്ട് മാത്രം. ഇന്നത്തെ നമ്മുടെ ഈ പ്രോസ്റ്റേറ്റ് രോഗങ്ങളെ കുറിച്ചുള്ള ചർച്ചയിൽ മനോജ് ഡോക്ടർ, ഹ്യൂബർട്ട് ഡോക്ടർ, ജമാദേവി ഡോക്ടർ, ജയലളിത ഡോക്ടർ, ശോഭന ഡോക്ടർ, അനിൽകുമാർ ഡോക്ടർ, ഇതിലെല്ലാം ഉപരിയായിട്ട് നമുക്ക് നമ്മുടെ ശ്രീധരക്കുറുപ്പ് സാറ് ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തു. എല്ലാവരുടെയും നല്ല നല്ല അനുഭവങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചു. ഈ എല്ലാവരെയും, ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരെയും പേരായി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ സൂം വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അങ്ങനെ ഇന്ന് നമ്മളുടെ 1399 സൂം വെബിനാർ ഇവിടെ അവസാനിക്കുന്നു. നാളെ നമുക്ക് 1400-ാം ദിനമാണ്. നാളത്തെ പ്രത്യേക പരിപാടിയിൽ ഇതിൽ പങ്കെടുത്ത എല്ലാവരും പങ്കെടുക്കണം. ഇംഗ്ലീഷ് സെക്ഷനിലും മലയാളം സെക്ഷനിലും പ്രത്യേക പരിപാടി നാളെ നടത്തുന്നുണ്ട്. എല്ലാവരും തന്നെ ഈ രണ്ട് സെക്ഷനിലും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഈ സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.